മുൻകൂർ ജാമ്യം തേടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്യും. നാളെ പരിഗണിക്കും. 9ാം ദിവസവും രാഹുലിനെ കണ്ടെത്താൻ കഴിയാതെ പോലീസ്. 2ാം കേസിന്റെ അന്വേഷണ ചുമതല ADGP പൂങ്കുഴലിക്ക്. ബോധപൂർവം സംരക്ഷിക്കുന്നതിന് നടപടിയെടുത്തു എന്നാണ് സംശയിക്കേണ്ടത്. ഇനിയെങ്കിലും അത്തരം സംരക്ഷണങ്ങൾ ഒരുക്കാതിരിക്കുക. പോലീസ് ഫലപ്രദമായി തന്നെ പ്രവർത്തിച്ച് ആളെ കണ്ടെത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുഖ്യമന്ത്രി. മനുഷ്യ മനസാക്ഷിയുള്ള ആരെയും ഞെട്ടിപ്പിക്കുന്ന വൈകൃതങ്ങളല്ലേ ഉണ്ടായിരുന്നു. അതൊരു കൃത്യമായ ഒരു ലൈംഗിക വൈകൃതക്കാരന്റെ നടപടികളല്ലേ ഉണ്ടായിരുന്നു. പരാതി കിട്ടിയ ശേഷവും കോൺഗ്രസ് സംരക്ഷിച്ചുവെന്നും പിണറായി. കോൺഗ്രസിന്റെ അറിവോടുകൂടിയാണ് അദ്ദേഹത്തെ സംരക്ഷിച്ചിട്ടുണ്ടാവുക. ആ സംരക്ഷണം എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റും. ആ വിവരം കൊടുത്താൽ നേരെ പിടിക്കാനും പറ്റും. രാഹുലിനെ പുറത്താക്കിയത് രാഷ്ട്രീയ നേട്ടമാക്കാൻ UDF. അറസ്റ്റല്ല സർക്കാരിന്റെ ആഗ്രഹമെന്ന് VD സതീശൻ. കെ ജയകുമാറിനെതിരെ ഇരട്ട പദവി ആരോപണവുമായി ഡോക്ടർ B അശോക്. ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അയോഗ്യനാക്കണമെന്ന ഹർജി. ബോർഡിൽ നിന്ന് പ്രതിഫലം വാങ്ങുന്നില്ലെന്ന് ജയകുമാർ. പൊതുസ്വീകാര്യനെന്ന് മുഖ്യമന്ത്രി. ശബരിമലയിൽ സ്വർണം കട്ടവരെ CPM സംരക്ഷിക്കുന്നുവെന്ന് VD സതീശൻ. അന്വേഷണം ശരിയായ ദിശയിലെന്ന് പിണറായി. റിപ്പോ നിരക്ക് കുറച്ച് റിസർവ് ബാങ്ക്. 5.25% കുറച്ചു. ഭവന വാഹന വായ്പകളുടെ പലിശ കുറയും. RBI നടപടി പണപ്പെരുപ്പം താഴ്ന്നതിനെ തുടർന്ന്. ഇൻഡിഗോ എയർലൈൻസിൽ പ്രതിസന്ധി അതിരൂക്ഷം. ഇന്ന് 400 സർവീസുകൾ റദ്ദാക്കി. വലഞ്ഞ യാത്രക്കാർ. വിമാനത്താവളങ്ങൾ സാധാരണ നിലയിലെത്താൻ 2 മാസം പിടിക്കും. വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശനം തുടരുന്നു. രാഷ്ട്രപതി ഭവനിൽ ഊഷ്മള വരവേൽപ്പ്. രാജ്ഘട്ടിൽ പുഷ്പാർച്ചന. മോദി പുടിൻ കൂടിക്കാഴ്ച തുടരുന്നു. സുപ്രധാന കരാറുകളിൽ ഒപ്പുവെക്കും. ഫിഫ ലോകകപ്പ് മത്സരക്രമം ഇന്നറിയാം. നറുക്കെടുപ്പ് ഇന്ത്യൻ സമയം രാത്രി 10:30. ചടങ്ങ് വാഷിംഗ്ടണിൽ. പങ്കെടുക്കുന്നത് 48 ടീമുകൾ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ബലാത്സംഗ കേസിൽ 9ാം ദിവസവും ഒളിവിൽ തുടരുന്ന പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയിൽ. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം തള്ളിയതോടെയാണ് രാഹുലിന്റെ നീക്കം. ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും. അതേസമയം രാഹുലിനെതിരായ 2ാമത്തെ കേസിൽ AIG പൂങ്കുഴലി അന്വേഷിക്കും. ബംഗളൂരുള്ള പരാതിക്കാരിയുടെ മൊഴി ഉടൻ രേഖപ്പെടുത്താനാണ് നീക്കം. കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രനും തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യനും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ആദ്യം ആജ്ഞയിലേക്ക്. ആജ്ഞ മുൻകൂർ ജാമ്യം അത് രാഹുലിന്റെ നിയമ പോരാട്ടത്തിന്റെ മറ്റൊരു വഴിയാണ്. ഇന്നലെ സെഷൻസ് കോടതി തള്ളിയിരുന്നു. ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കുകയാണ്. എന്തൊക്കെ പുതിയ, സ്വാഭാവികമായും സെഷൻസ് കോടതിയുടെ അവിടെ സമർപ്പിച്ച വാദങ്ങൾ മാത്രമാണല്ലോ. പുതിയ ചില കാര്യങ്ങൾ, കോടതി ഉത്തരവിനെ ഖണ്ഡിക്കുന്ന കാര്യങ്ങളൊക്കെ ആ തരത്തിൽ രേഖപ്പെടുത്തേണ്ടി വരും. വളരെ പെട്ടെന്നുള്ള ഈ ഹർജി അത് കൊച്ചിയിലെ മുതിർന്ന അഭിഭാഷകരാണ് നൽകിയതെന്ന് മനസ്സിലാക്കുന്നു. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, ഈ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ച ഒരു സാഹചര്യത്തിൽ തന്നെയാണ് അടിയന്തരമായി ഹൈക്കോടതിയെ സമീപിക്കുന്ന നിലപാടുണ്ടായത്. അത് പ്രത്യേകിച്ചും ഈ അഡ്വക്കേറ്റ് P രാജീവ് വഴിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. എന്തായാലും അതിജീവിതയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു, അതുപോലെ നിർബന്ധിത ഗർഭഛിദ്രം നടത്തി. ഈ 2 കാര്യങ്ങൾ നിലനിൽക്കുന്നതാണ്. അത് പ്രഥമ ദൃഷ്ട്യാ തന്നെ കുറ്റകൃത്യമാണ് എന്ന് വിലയിരുത്തി തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം കോടതി ജാമ്യം നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇതേ വാദം തന്നെയാണ്, അതായത് തിരുവനന്തപുരത്ത് കോടതിയിൽ ഉന്നയിച്ച മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച ഇതേ വാദം തന്നെയാണ് ഹൈക്കോടതിയിലും രാഹുലിന്റെ അഭിഭാഷകൻ ഉന്നയിക്കുന്നത്.
അത് മാത്രമല്ല രാഹുലിന്റെ ജാമ്യ ഹർജി നാളത്തേക്ക് പരിഗണിക്കുന്നതാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ നാളത്തേക്ക് പരിഗണിക്കുന്ന ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ 9 ദിവസമായി ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ നോട്ട് ടു അറസ്റ്റിനുള്ള നീക്കം കൂടി നടത്തുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും കസ്റ്റഡിയിൽ രാഹുലിനെ ഇതുവരെ ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ പോലീസിന് കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിനെതിരെ പോലീസ് ഉടൻ തന്നെ കസ്റ്റഡിയിലെടുക്കുമെന്ന് മുഖ്യമന്ത്രിയും ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ അത് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയുണ്ട് എന്ന് മുഖ്യമന്ത്രിക്ക് അറിയാമെന്ന് കോൺഗ്രസ് നേതാക്കൾ അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അടിയന്തരമായി രാഹുലിനെ അറസ്റ്റ് ചെയ്യേണ്ടുന്ന അത്രയധികം വലിയ ഒരു സ്ട്രെസ്സിൽ തന്നെയാണ് പോലീസ് എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രത്യേകിച്ചും ഇങ്ങനെ വലിയ വിമർശനങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയിരിക്കുന്നതുമായി ബന്ധപ്പെട്ട പോലീസ് നീക്കങ്ങൾ രാഹുൽ അറിയുന്നുണ്ട്. പോലീസിൽ നിന്നും രഹസ്യം ചോർത്ത് നൽകുന്നുവെന്നുള്ള വിമർശനങ്ങളുണ്ട്. ഇത്തരം സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ അടിയന്തരമായി രാഹുലിനെ കസ്റ്റഡി എടുക്കുന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ നാളത്തേക്ക് മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്ന ആ ഒരു ഗ്യാപ്പിൽ പോലീസ് അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നോട്ട് ടു അറസ്റ്റിനുള്ള സാധ്യത കൂടി ഈ ഹൈക്കോടതിയിൽ തേടുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസവും ഇതുമായി പരിഗണിക്കുന്ന ഒരു ദിവസം, അതായത് പരിഗണിക്കാൻ തിങ്കളാഴ്ചത്തേക്ക് മാറ്റുമെന്നൊരു അഭ്യൂഹം കേട്ടതോടുകൂടി കോടതി അങ്ങനെ മാറ്റിയേക്കും എന്നൊരു ചിന്തയോടുകൂടി തന്നെ ഇത്തരത്തിൽ നോട്ട് ടു അറസ്റ്റിനും രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഡ്വക്കേറ്റ് മൂവ് ചെയ്തിരുന്ന ഒരു സാഹചര്യമുണ്ട്. അതേ സാഹചര്യം തന്നെ ഹൈക്കോടതിയിലും ആവർത്തിക്കുകയാണ്. നാളെ, അതായത് ഹൈക്കോടതിയുടെ പ്രവർത്തന ദിവസം തന്നെയാണ്. നാളെ നോർമൽ ഒരു സിറ്റിംഗിൽ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യ ഹർജി പരിഗണിക്കുമെന്നാണ് അറിയുന്നത്. പക്ഷേ അതുവരെയുള്ള സാഹചര്യത്തിൽ ഈ 9 ദിവസവും ഒളിവിൽ കഴിഞ്ഞിരുന്ന ഒരു സാഹചര്യം വലിയ വിമർശനമായി മാറിയിരിക്കുന്ന പശ്ചാത്തലം. അതായത് നമ്മൾ നേരത്തെ ഇന്നലെയൊക്കെ വലിയ ചർച്ചയായതുപോലെ നോട്ട് ടു അറസ്റ്റ് എന്ന പ്രധാനപ്പെട്ട ഒരു ഹർജി അത് രാഹുലിന്റെ അഭിഭാഷകൻ മുന്നോട്ട് വെച്ചിരുന്നു, ശാസ്തമംഗലം അജിത് കുമാർ. അവിടെ അത് നടന്നില്ല. വളരെ കൃത്യമായ നിരീക്ഷണങ്ങളോടുകൂടി തന്നെ സെഷൻസ് കോടതി ആ ഹർജി തള്ളുന്നു. അവിടെ പ്രഥമദൃഷ്ട്യാ കുറ്റക്കാരനായി രാഹുലിനെ കാണുന്നു. രാഹുലിന് ജാമ്യം കൊടുക്കേണ്ട യാതൊരു നിയമ വഴികളുമില്ല എന്ന് വളരെ കൃത്യമായി തന്നെ കോടതി വിലയിരുത്തുന്നു. ഇതേ കണ്ടൻഷൻസ് ഹൈക്കോടതിയിൽ എത്തിയാൽ ഒരുപക്ഷെ അതുമായി ബന്ധപ്പെട്ട ഒരു പുനർവിചിന്തനം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ കൂടി കൃത്യമായി തന്നെ കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടി വരും. ഈ സെഷൻസ് കോടതിയുടെ വാദങ്ങളെ ഖണ്ഡിക്കുന്ന തരത്തിലുള്ള വാദഗതികൾ അഭിഭാഷകൻ അവിടെ നിർത്തേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നീടുള്ള വഴി സുപ്രീം കോടതിയാണ്. അതിലേക്ക് പോകുമോ എന്നുള്ള കാര്യം കാത്തിരുന്ന് കാണണം. ഡാൻ കുര്യൻ കൂടി നമ്മോടൊപ്പം ചേരുന്നു. ഡാന്, ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസ് പാർട്ടി പൂർണ്ണമായും തള്ളിയ പശ്ചാത്തലമുണ്ട്. പക്ഷേ ഇപ്പോഴും അയാൾക്ക് വളരെ കൃത്യമായ പിന്തുണ രഹസ്യ കേന്ദ്രങ്ങളിൽ ഒളിക്കാനും സഞ്ചാരം നടത്താനും നിയമവഴികൾ തേടാനുമുള്ള, നമുക്കറിയാം രാജീവ് എന്ന് പറയുന്ന അഭിഭാഷകൻ കോൺഗ്രസിൻ്റെ വളരെ പ്രമാദമായ പല കേസുകളിലും ഹാജരായിട്ടുള്ള അഭിഭാഷകനാണ് ഹൈക്കോടതിയിൽ. ഉമ്മൻചാണ്ടിയുടെ സോളാർ കേസിൽ പോലും അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട നിയമവശങ്ങൾ കോടതിയെ ധരിപ്പിച്ച ആൾ കൂടിയാണ്, നമുക്കറിയാം. അങ്ങനെ ഇപ്പോഴും രാഹുലിന് പാർട്ടിയുടെ പിന്തുണ കിട്ടുന്നുണ്ട് എന്ന ആക്ഷേപം അല്പം മുമ്പ് ഉന്നയിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അത് ഉണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? രാഹുലിനെ പൂർണ്ണമായും പാർട്ടി തള്ളിക്കളഞ്ഞിട്ടില്ലേ? കോൺഗ്രസ് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്നുവെന്നൊരു വാദം എത്ര കണ്ട് ഉന്നയിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. കാരണം അത് വെറുമൊരു ആരോപണം മാത്രമായി തള്ളിക്കളയുകയാണ് കോൺഗ്രസ് നേതൃത്വം. കാരണം പാർട്ടിക്ക് ഈ ഒരു ആരോപണം ഉയർന്നതിന് പിന്നാലെ ആ ആരോപണ വിധേയനെതിരെ ചെയ്യാൻ കഴിയുന്ന പരമാവധി നടപടി തന്നെ കോൺഗ്രസ് നേതൃത്വം ദേശീയ നേതൃത്വത്തിന്റെ അറിവോടെ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ശേഷിക്കുന്ന കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത്, നിയമപരമായി മുമ്പോട്ട് പോകേണ്ടത് സർക്കാരാണ്, അല്ലെങ്കിൽ പോലീസ് സംവിധാനമാണ്. രാഹുൽ ഇത്രയും ദിവസം ഒളിവിൽ കഴിയുന്നത് തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് വരുന്ന അനാസ്ഥയാണെന്നൊരു വിമർശനമാണ് കോൺഗ്രസ് നേതൃത്വം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു നീക്കമാണ് മുഖ്യമന്ത്രി അടക്കം നടത്തിയിരിക്കുന്ന പ്രസ്താവനകളിലൂടെ. അതായത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് പറയുമ്പോഴും രഹസ്യമായി പാർട്ടിയിലെ ചില നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ചില ഇടപെടലുകൾ നടത്തുന്നുവെന്ന വിമർശനം മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഉന്നയിച്ചിരിക്കുകയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, രാഹുൽ മാങ്കൂട്ടത്തിൽ പല പാതകളിലൂടെ സഞ്ചരിച്ച പല സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിയുന്നു എന്ന വാദം പോലീസ് പൂർണ്ണമായി തള്ളിക്കളയുകയാണ്. നിലവിൽ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് കർണാടകയിലുള്ള ഒരു രഹസ്യ കേന്ദ്രത്തിൽ തുടർച്ചയായി രാഹുൽ അവിടെ തന്നെയാണ് ഈ ഒളിവിൽ കഴിയുന്നത്. കാരണം പുറത്തേക്കിറങ്ങിയാൽ ദേശീയ മാധ്യമങ്ങളടക്കം തുടർച്ചയായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയിലെ ആരോപണ വിധേയൻ അദ്ദേഹത്തെ കണ്ടാൽ തിരിച്ചറിയപ്പെടും. അതുകൊണ്ട് തന്നെ അദ്ദേഹം പരസ്യമായി ഏതെങ്കിലും ഒളിത്താവളങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല. അദ്ദേഹം ഒരു സ്ഥലത്ത് തന്നെ ആയിരിക്കാം. പക്ഷേ അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ മറ്റാരുടെയോ കൈവശമിരുന്ന് പല സ്ഥലങ്ങളിൽ അത് ഓണാക്കുകയും ഓഫാക്കുകയും ചെയ്ത്
അന്വേഷണ സംഘത്തെ മിസ്ലീഡ് ചെയ്യാനുള്ള ഒരു നീക്കം നടത്തുന്നു എന്ന ഒരു വിലയിരുത്തലാണ് SIT ഉള്ളത്. കാരണം ഇന്നലെ സുള്ളിയിലാണ് അവസാനമായി ഈ ഫോൺ ഓൺ ആയിരിക്കുന്നത്. ഏതാണ്ട് 20 മിനിറ്റിലധികം സമയം ഈ ഫോൺ ഓൺ ആയിരുന്നു. പക്ഷെ അതിലേക്ക് ഫോൺ കോൾ ചെയ്യുമ്പോൾ അത് കട്ട് ചെയ്ത് വിടുന്ന ഒരു സാഹചര്യമാണുള്ളത്. അത് തന്നെയാണ് ഈ ഫോൺ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൈവശം ഇല്ല എന്ന ഏറെക്കുറെ ഉറപ്പിക്കാവുന്ന ഒരു സാഹചര്യമാണ് ഉള്ളതെന്ന് അന്വേഷണ സംഘം അങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് എത്തിയിരിക്കുന്നത് ഈ കാരണം കൊണ്ടാണ്. എന്തായാലും സമഗ്രമായ അന്വേഷണം ഒരു വശത്ത് നടക്കുന്നു. അതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രണ്ടാമത് പരാതി ഉന്നയിച്ച യുവതിയുടെ ആരോപണങ്ങളിലെ പ്രത്യേക അന്വേഷണ സംഘം അതിന്റെ തുടർ നീക്കങ്ങളിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായി പോലീസ് ആസ്ഥാനത്തെ AIG G. പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തിന് രൂപം നൽകിയിരിക്കുന്ന അടിയന്തരമായി ഈ യുവതിയുടെ മൊഴി രേഖപ്പെടുത്താനുള്ള നീക്കം ഇവർ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. അതായത് എത്രയും പെട്ടെന്ന് ഒരുപക്ഷെ ഹൈക്കോടതിയിൽ ഈ കേസ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ ഈ രണ്ടാമത്തെ കേസിലെ യുവതിയുടെ മൊഴി രേഖപ്പെടുത്താനുള്ള നീക്കം ഉണ്ടാകും. കാരണം ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ തമ്മിൽ ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ പ്രോസിക്യൂഷന് വാദമുഖങ്ങൾ ശക്തമായി ഉയർത്തണമെങ്കിൽ ഈ യുവതിയുടെ മൊഴിക്ക് നിയമസാധുത കൈവരണം. അതിനാദ്യം അന്വേഷണ സംഘം പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി രേഖപ്പെടുത്തിയ ശേഷം തുടർന്ന് അവരെ കൊണ്ട് 164 സ്റ്റേറ്റ്മെന്റ് അഥവാ മജിസ്ട്രേറ്റിന് മുമ്പിൽ രഹസ്യ മൊഴി കൂടി കൊടുക്കാൻ സന്നദ്ധയാണോ എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. ആ നടപടിയിലേക്ക് കൂടി വൈകാതെ തന്നെ പ്രത്യേക അന്വേഷണ സംഘം കടക്കുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. അപ്പോഴും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരവാകേണ്ടതുണ്ടല്ലോ. ഇന്ന് VD സതീശൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം പോലീസിനെതിരെ അദ്ദേഹം വിമർശനം ഉന്നയിക്കുകയാണ്. രാഹുലിനെ പാർട്ടി തള്ളിയതാണ്, അവിടെ കോൺഗ്രസ് സംരക്ഷിക്കുന്നുവെന്ന് പിണറായി വിജയൻ മറുവാദം ഉന്നയിക്കുമ്പോഴും പാലക്കാട് MLA എല്ലാവർക്കും അറിയാവുന്ന ഒരാൾ ഒരു പൂർണ്ണ സംരക്ഷണത്തിൽ ഇത്രയും ദിവസം 9 ദിവസത്തോളം കേരള പോലീസിൻ്റെ മിടുക്കും അവരുടെ ആജ്ഞാശക്തിയും അവരുടെ കഴിവുമൊക്കെ എല്ലാവരും പലതവണ എത്രയോ വലിയ ക്രിമിനൽസിനെ പിടിച്ച ഒരു പോലീസ് ഫോഴ്സ് കൂടിയാണ്. അവർക്ക് സാധിക്കുന്നില്ല രാഹുലിനെ ലൊക്കേറ്റ് ചെയ്യാൻ. രാഹുൽ വളരെ കൃത്യമായി തന്നെ ഇന്നലെ ഹോസ്ദുർ കോടതിയിൽ എത്തുമെന്ന് പറഞ്ഞു. പിന്നീട് അവിടെ പോലീസിനെ കബളിപ്പിച്ച് പുറകോട്ട് മാറുന്നു, കാര്യങ്ങൾ നടക്കുന്നില്ല, അവർ സമീപത്തെത്തിയെന്ന് പറയുന്നു. അങ്ങനെ പോലീസിന് അറിയാത്ത ഒരാൾ, പോലീസിന് സംവിധാനത്തിന് പിടിക്കാൻ പറ്റാത്ത ഒരാളല്ലല്ലോ ഡാൻ രാഹുൽ. അവിടെയും ഉണ്ട് വിമർശനം. തീർച്ചയായിട്ടും അങ്ങനെ വിമർശനം ഉന്നയിക്കുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് വരുന്ന 9-ാം തീയതി കേരളത്തിലെ പകുതിയോളം ജില്ലകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. സ്വാഭാവികമായി രാഹുലിനെ അതിനോടകം പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരുന്നാൽ എല്ലാ ദിവസവും ഇത് തന്നെ വാർത്തകളിൽ ചർച്ചകളിൽ നിറയുന്ന സാഹചര്യം ഉണ്ടാകും. സർക്കാരിനെതിരെ ഉയർന്ന ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങളിൽ നിന്ന് മാധ്യമ ശ്രദ്ധ തിരിയും എന്ന വിമർശനമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. അതുകൊണ്ടാണ് രാഹുലിനെ ബോധപൂർവ്വം പിടിക്കാതിരിക്കുന്നതാണ്. എവിടെയുണ്ട് എന്ന് കൃത്യമായി അറിയാമായിട്ടും രാഹുലിനെ പിടികൂടുന്നതിൽ അന്വേഷണ സംഘം അനാസ്ഥ വരുത്തുന്നു. അത് രാഷ്ട്രീയ താൽപര്യത്തോടെ എന്ന വിമർശനമാണ് കോൺഗ്രസ് അത് ഉന്നയിച്ചു തുടങ്ങിയിരിക്കുന്നു. ആ വിമർശനത്തിന്റെ ആക്കം ഇനി കൂടും. പക്ഷേ അപ്പോഴും അല്പസമയം മുമ്പ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്ന വാക്കുകൾ, അതായത് രാഹുലിനെ പിടികൂടിയല്ലേ പറ്റൂ, അതിനല്ലേ അന്വേഷണം നടക്കുന്നത്, അതിൽ തീർച്ചയായിട്ടും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന ചില സൂചനകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കണം ആഭ്യന്തര വകുപ്പിന്റെ ചുമതല കൂടിയുള്ള മുഖ്യമന്ത്രി അത്തരത്തിൽ പരസ്യമായ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അധിക സമയം രാഹുൽ മാങ്കൂട്ടത്തിന് ഒളിവിൽ തുടരാൻ കഴിയില്ല. പക്ഷേ എത്ര സമയം കൂടി ഇങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയുമെന്നതാണ് ഇനി അറിയാനുള്ളത്. എന്തായാലും മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി നാളെ അത് പരിഗണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനു മുമ്പ് രാഹുലിനെ പിടികൂടിയാൽ അത് രാഹുലിന് വലിയ തിരിച്ചടിയാം. അതുകൊണ്ടാണ് നോട്ട് ടു അറസ്റ്റ് എന്ന ഒരു മൂവ് സെഷൻസ് കോടതിയിൽ നടത്തിയ പോലെ ഹൈക്കോടതിയിൽ നടത്താനുള്ള ഒരു നീക്കം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും അതാണ് ആജ്ഞ. ഇവിടെ രാഹുൽ അഭിഭാഷകനുമായി ബന്ധപ്പെടുന്നുണ്ട്, രാഹുൽ അല്ലെങ്കിൽ രാഹുലിൻ്റെ ആരെങ്കിലും സഹായികൾ അഭിഭാഷകനുമായി ബന്ധപ്പെടുന്നുണ്ട്, നിയമവശങ്ങൾ രാഹുലിനെ ധരിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഫോണിൻ്റെ അടക്കം അത്തരം കാര്യങ്ങൾ സംസാരിച്ച ശേഷമായി ആകുമല്ലോ സ്വാഭാവികമായും ഹൈക്കോടതിയെ സമീപിക്കുകയും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും ചെയ്യുക. തിരുവനന്തപുരത്തെ കോടതിയിൽ സെഷൻസ് കോടതിയിലെ അഭിഭാഷകനല്ല, കൊച്ചിയിൽ കുറച്ചുകൂടി മുതിർന്ന ആളാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഈ അഭിഭാഷകനെ അടക്കം ബന്ധപ്പെടാനുള്ള സാഹചര്യം കൂടി ഒരുങ്ങുന്നുണ്ട്. നേരത്തെ തിരുവനന്തപുരത്തൊക്കെ രാഹുൽ വന്ന് മടങ്ങി എന്നുള്ള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. അത്തരം നേരിട്ട് കാണലോ മറ്റെന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? മറ്റ് വിവരങ്ങൾ ഈ അഭിഭാഷകനുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് എന്താണ്? ഈ അഭിഭാഷകനുമായി നേരിട്ട് കാണലോ തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല രഞ്ജിത്ത്. എന്നിരുന്നാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പറയുന്ന പ്രധാനമായും സെഷൻസ് കോടതിയിൽ ഉന്നയിച്ച അതേ സാഹചര്യം തന്നെ ഇവിടെയും ആവർത്തിക്കപ്പെടുകയാണ്. അതായത് നോട്ട് ടു അറസ്റ്റിലേക്ക് പോവുകയാണ്. അതിനുള്ള ഹർജി കൂടി, ഒരു ഇടക്കാല ഉത്തരവ് തേടാനുള്ള ശ്രമം കൂടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ
നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും ഹർജി നാളത്തേക്ക് പരിഗണിക്കാൻ മാറ്റിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നാളെ എന്തായാലും അടിയന്തരമായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഹർജി മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഒരു ദിവസം കൂടി അതല്ലെങ്കിൽ ഈ പറയുന്ന ഒരു 24 hours സമയം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് നിർണായകമാണ്, പോലീസിനെ സംബന്ധിച്ച് നിർണായകമാണ്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടെത്തുമല്ലോ എന്നുള്ളൊരു പ്രഖ്യാപനം കൂടി നടത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ മാത്രമല്ല ഈ കോൺഗ്രസ് നേതാക്കളും പോലീസും രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്നുണ്ട് എന്നുള്ള വിമർശനങ്ങൾ ശക്തമായി വരികയാണ്. വിവിധ ഭാഗങ്ങളിലും അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിലൊരു നടപടിയെടുത്തത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി നടപടിയെടുത്തത് ഒരു മാതൃകാപരമായ നടപടിയാണെന്ന് കൈക്കൊള്ളുന്ന നിലയിൽ ആവർത്തിച്ച് പറയുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയും പോലീസും പ്രതിക്കൂട്ടിലാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കോൺഗ്രസ് അത്തരം വിമർശനങ്ങളാണ് മുഖ്യമന്ത്രിക്കും പോലീസിനുമെതിരെ ഉന്നയിക്കുന്നത്. അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ അത്തരം വിമർശനങ്ങളുമായി മുന്നോട്ട് വരികയും ചെയ്തു. UDF കൺവീനർ ഉൾപ്പെടെയുള്ള ആളുകൾ അത്തരത്തിൽ വിമർശനവുമായി മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നിരുന്നാലും മുഖ്യമന്ത്രി ഇപ്പോൾ പോലീസ് കണ്ടെത്തുമല്ലോ എന്ന് പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ പോലീസിനെ സംബന്ധിച്ചിട്ട് ഈ വരുന്ന 24 മണിക്കൂർ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ PA ഉൾപ്പെടെയുള്ള ആളുകൾ, അതുപോലെ ഡ്രൈവർമാർ, അദ്ദേഹത്തിന്റെ ജീവനക്കാരെ എല്ലാം ചോദ്യം ചെയ്തിട്ടുണ്ട്. കാരണം പ്രത്യേകിച്ച് തമിഴ്നാട് വരെ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ഇവരുണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷമുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം വരെ പോലീസിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. അഡ്വക്കേറ്റുമായി ഒരു പക്ഷേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് രാഹുലിന്റെ സഹായികളാകാം, രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിട്ടായിരിക്കണമെന്നില്ല. എന്നിരുന്നാലും ഇപ്പോൾ ഹൈക്കോടതിയിൽ ഉന്നയിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ പോലീസിനോട് രാഹുൽ മാങ്കൂട്ടത്തിൽ അന്വേഷണവുമായി സഹകരിക്കുന്ന ആളാണ്, ജനപ്രതിനിധിയാണ്. പ്രത്യേകിച്ചും തെളിവുകൾ നശിപ്പിക്കപ്പെട്ട സാഹചര്യം ഉണ്ടാകുമെന്ന് തന്നെ സെഷൻസ് കോടതി കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യം പരിഗണിക്കുന്ന സാഹചര്യം പ്രധാനമായി എടുത്തു പറഞ്ഞിരുന്നു. തെളിവുകൾ നശിപ്പിക്കപ്പെടുകയും ജനപ്രതിനിധിയായുള്ള ആള് അധികാരം ഉപയോഗിച്ചു തെളിവുകൾ നശിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും, അതിനുള്ള സാധ്യതയുണ്ട് എന്നും കോടതി കഴിഞ്ഞ ദിവസം നിരീക്ഷണം നടത്തിയിരുന്നു. സാഹചര്യം ഏതായാലും അന്യ സംസ്ഥാനത്ത് ഒളിവിൽ കഴിയുക എന്ന വിവരം പുറത്തു വന്നതോടുകൂടി ഈ മുൻകൂർ ജാമ്യം ലഭിക്കുക എന്ന രാഹുലിന്റെ ആവശ്യത്തിന് ഒരു തിരിച്ചടി ഉണ്ടാകുന്നുണ്ട്. നിയമപരമായി കോടതി പരിഗണിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം അതുതന്നെയായിരിക്കും. ഈ മുൻകൂർ ജാമ്യം നിഷേധിച്ച ശേഷവും ആൾ ഒളിവിൽ കഴിയുക, അത് അന്യ സംസ്ഥാനത്ത് എന്നുള്ളത് സ്വാഭാവികമായും ഹൈക്കോടതിയിലെ ജാമ്യ ഹർജിയെയും സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആജ്ഞ രവീന്ദ്രനും ഒപ്പം ഡാൻ കുര്യനുമാണ് വിവരങ്ങൾ പങ്കുവച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയത് രാഷ്ട്രീയ നേട്ടമാക്കാൻ UDF ശ്രമിക്കുന്നതിനിടെ വിഷയം വിടാതെ CPM. രാഹുലിനെ ഒളിവിൽ കഴിയാൻ സഹായിക്കുന്നത് കോൺഗ്രസ് തന്നെയാണെന്നാണ് CPMന്റെ ആരോപണം. എന്നാൽ രാഹുലിനെ പോലെ സമാന കേസുകളിൽ ഉൾപ്പെട്ട M. മുകേഷ് അടക്കമുള്ളവർക്കെതിരെ CPM എന്തു നടപടിയെടുത്തുവെന്ന ചോദ്യമാണ് UDF ഉയർത്തുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലെ പുറത്താക്കിയതിലൂടെ കോൺഗ്രസ് ലക്ഷ്യമിട്ടത് ഈ വിവാദം അവസാനിപ്പിക്കണമെന്നുള്ളത് തന്നെയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ സർക്കാരിനെതിരായ വിഷയങ്ങൾ, പ്രത്യേകിച്ചും ശബരിമല സ്വർണ്ണക്കൊള്ളയും സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരവുമൊക്കെ ചർച്ചയിലേക്ക് വരണം എന്ന് തന്നെയാണ് കോൺഗ്രസ് ഉദ്ദേശിച്ചത്. പക്ഷേ അങ്ങനെ മാത്രം ചർച്ച ചെയ്തു പോകാൻ കഴിയില്ല നിലപാടിലേക്കാണ് CPM എത്തുന്നത്. മുഖ്യമന്ത്രി കൂടി പ്രതികരണം ആ വിധത്തിലാണ്. മനുഷ്യ മനസാക്ഷിയുള്ള ആരെയും ഞെട്ടിപ്പിക്കുന്ന വൈകൃതങ്ങളല്ലേ ഉണ്ടായിട്ടുള്ളൂ. അതൊരു കൃത്യമായ ഒരു ലൈംഗിക വൈകൃതക്കാരന്റെ നടപടികളല്ലേ ഉണ്ടായിരുന്നു. ഒരു പൊതുപ്രവർത്തകന് ചേർന്നതാണോ, പൊതുസമൂഹത്തിന് ചേർന്നതാണോ? എന്തുകൊണ്ട് CPM തങ്ങളുടെ നേതാക്കൾക്കെതിരെ M. മുകേഷ് അടക്കമുള്ള നേതാക്കൾക്കെതിരെ ഇത്തരം ആരോപണം ഉയർന്നപ്പോൾ നടപടിയെടുത്തില്ലെന്ന ചോദ്യമാണ് പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവും ഒക്കെ ചോദിക്കുന്നത്. കോൺഗ്രസിന്റേത് മാതൃകാപരമായ നടപടിയാണ്, മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും ഇതുവരെ സ്വീകരിക്കാത്ത നടപടിയാണെന്നും കോൺഗ്രസ് വിശദീകരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം താഴേക്ക് പോകുന്നതിനൊപ്പം CPM ഇത്തരം കാര്യങ്ങളെടുത്ത നിലപാടെന്ന ചോദ്യവും പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തുമാത്രം എത്ര പേരെ കുറിച്ചുള്ള പരാതികളാണ് CPM നേതൃത്വത്തിന്റെ കൈ കെട്ടിയിരിക്കുന്നത്. എന്നിട്ട് അതൊന്ന് പോലീസിലേക്ക് പോലും ഫോർവേഡ് ചെയ്യാതെ നിൽക്കുകയാണ്. ഇനി പോലീസ് പിടിച്ച് കുറ്റക്കാരാക്കിയിട്ട് കുറ്റപത്രം സമർപ്പിച്ച് ജയിലിൽ റേപ്പ് കേസിലെ പ്രതിയെ കൂടെ കൊണ്ടിറക്കല്ലേ? മുഖ്യമന്ത്രി കൈപിടിച്ച് ഉയർത്തുമല്ലേ? എത്ര പേരുണ്ട് മന്ത്രിമാര് ഈ മന്ത്രിസഭയിൽ? ഈ സ്ത്രീ വിഷയങ്ങളിൽ പ്രതികളായ എത്ര പേര് ഈ മന്ത്രിസഭയിലുണ്ട്? മുഖ്യമന്ത്രി ചിലരെ രണ്ടുപേരെയും കൈയൊക്കെ പിടിച്ച് ഉയർത്തിയിരിക്കുന്ന പടം കണ്ടില്ലേ? നാണമുണ്ടോ CPMന്? ഇപ്പൊ നാണം കെട്ടിയിരിക്കുകയാണ് CPM കേരളത്തിൽ ജനങ്ങളുടെ മുമ്പിൽ. നാണം കെട്ട പാർട്ടിയാണ്. ഇവരെല്ലാം കൊടപിടിച്ചു കൊടുക്കുകയും
ഇവർക്കെല്ലാം സംരക്ഷണം കൊടുക്കുകയും ചെയ്യുന്ന പാർട്ടിയാണ്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ലല്ലോ ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതാക്കൾ, ഇത്തരം കേസുകൾ ഉൾപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ, മറ്റൊരു നേതാക്കൾ കൂടിയില്ലേ എന്ന് വിൻസെന്റിന്റെയും അതുപോലെ തന്നെ എൽദോസ് കുന്നപ്പള്ളിയുടെയും ഒക്കെ വിഷയം ചൂണ്ടിക്കാണിച്ച് മുഖ്യമന്ത്രിയും സർക്കാരും തിരിച്ചു ചോദിക്കുന്നുമുണ്ട്. അവർ ആ വിഷയത്തിലൊന്നും സ്വീകരിച്ച നിലപാടല്ലല്ലോ ഇതെന്നും മുഖ്യമന്ത്രി തിരിച്ചു ചോദിക്കുന്നു. ഈ MLA-മാരായിട്ടുള്ള ചിലര് ഇപ്പോ കോൺഗ്രസ് പാർട്ടിയിലുള്ളവര് അവര് ചിലര് ജയിലിലടക്കം കിടന്നിനല്ലോ. ആ ജയിലിൽ കിടന്നവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിനോ അവര്? രാഹുൽ മാങ്കൂട്ടം വിഷയം ഇനിയും തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉയർത്തിക്കാട്ടാൻ തന്നെയാകും CPM-ന്റെ തീരുമാനം. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ ഭാവി വാഗ്ദാനം, ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ ഷാഫി പറമ്പിലിന്റെ ആ പഴയ പരാമർശത്തെയും മുഖ്യമന്ത്രി ഇന്ന് പരിഹസിച്ചിട്ടുണ്ട്. നേതൃത്വം അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഈ ഭാവിയിലെ നിക്ഷേപം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അവതരിപ്പിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. അതൊക്കെ സ്വയമേവ പരിശോധിക്കേണ്ട കാര്യമല്ലേ? ബന്ധപ്പെട്ട നേതൃത്വങ്ങൾ പരിശോധിക്കേണ്ട കാര്യമല്ലേ? സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുമോ? എപ്പോഴും ഇത്തരം ആളുകളെ അകറ്റി നിർത്താനല്ലേ ഏത് പാർട്ടിയും ശ്രമിക്കേണ്ടത്? തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനിയുള്ള ദിവസങ്ങളിലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം തന്നെ CPM ഇടതു കേന്ദ്രങ്ങൾ ഉയർത്തിക്കാട്ടും. ഇത്തരത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള വിഷയങ്ങളിൽ കോൺഗ്രസിന്റെ നിലപാട് ഗത്യന്തരമില്ലാതെ, മറ്റു വഴിയുമില്ലാതെ കോൺഗ്രസ് രാഹുലിനെതിരെ നടപടിയെടുക്കാൻ നിർബന്ധിതമായി എന്നാണ് CPM വാദിക്കുന്നത്. എന്നാൽ ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ ഇതിന്റെ മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ കോൺഗ്രസും പരമാവധി ശ്രമിക്കും. അത് എത്രത്തോളം വിജയിക്കുമെന്ന് വരും ദിവസം കണ്ടറിയണം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും MLA ആണ്. ആ MLA സ്ഥാനത്ത് രാഹുൽ തുടരുന്നതും കോൺഗ്രസിന് വെല്ലുവിളിയാകും. അതുകൂടി ചൂണ്ടിക്കാണിച്ചാണ് CPM-ന്റെ ഇടതുമുണ്ട് പ്രചരണം ഈ ദിവസങ്ങളിൽ മുന്നോട്ട് പോകുന്നത്. എന്നാൽ സർക്കാർ മനഃപൂർവ്വം രാഹുലിനെ അറസ്റ്റ് ചെയ്യാതെ ഈ വിഷയം തെരഞ്ഞെടുപ്പ് വരെ നീട്ടിക്കൊണ്ടു പോവുകയാണെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. അതിൽ വലിയ ആശങ്കയും കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. സ്വകാര്യ വിരുദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട MLA-യെ പുറത്താക്കാൻ നിയമസഭയ്ക്ക് അധികാരമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമസഭയുടെ പ്രിവിലേജ് കമ്മിറ്റി പരാതി ലഭിച്ചാൽ പരിശോധനകൾക്ക് ശേഷം നടപടിക്ക് ശുപാർശ ചെയ്യാനാകും. കമ്മിറ്റിയുടെ ശുപാർശ നിയമസഭ അംഗീകരിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ MLA സ്ഥാനത്ത് നിന്ന് പുറത്താക്കാനും കഴിയും. ഇതിന് ഇടതുമുന്നണി തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടത്. VV അരുണിന്റെ റിപ്പോർട്ട്. കോൺഗ്രസ് പാർട്ടി പുറത്താക്കിയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ MLA സ്ഥാനം നഷ്ടപ്പെടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന് കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെട്ടത് അതുകൊണ്ടാണ്, രാജിവെക്കുന്നതാണ് ഉചിതമെന്ന് ആവശ്യപ്പെട്ടത് അതുകൊണ്ടാണ്. രാജി ആവശ്യപ്പെടാനല്ലാതെ അംഗത്തെ കൊണ്ട് നിർബന്ധിച്ച് രാജിവെപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വമോ മറ്റേതെങ്കിലും പാർട്ടിക്കോ കഴിയില്ല എന്നതാണ് വസ്തുത. രാഹുൽ മാങ്കൂട്ടത്തിന് വേണമെങ്കിൽ അടുത്ത നിയമസഭാ സമ്മേളനത്തിലും പങ്കെടുക്കാം. അവിടെ പാർട്ടി തീരുമാനത്തിന് വിരുദ്ധമായി കോൺഗ്രസ് ടിക്കറ്റ് ജയിച്ചു വന്നുകൊണ്ട് തന്നെ, കൈപ്പത്തി ചിഹ്നത്തിൽ ജയിച്ചു വന്നതുകൊണ്ട് തന്നെ പാർട്ടി തീരുമാനത്തിന് വിരുദ്ധമായി നിയമസഭയിൽ വോട്ട് ചെയ്താൽ സ്പീക്കർക്ക് കൂറുമാറി നിരോധന നിയമപ്രകാരം അംഗത്തെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന് കത്ത് നൽകാം. അതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ MLA സ്ഥാനം കളയാൻ കോൺഗ്രസിന് മുന്നിലുള്ള ഒരു വഴി. മറ്റൊന്ന് പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിയാണ്. സദാചാര വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അംഗത്തിന് നടപടിയെടുക്കാൻ, പരാതി ലഭിച്ച നടപടിയെടുക്കാൻ നിയമസഭയുടെ പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് അധികാരമുണ്ട്. അതിനൊരു പരാതി ഏതെങ്കിലും ഒരു MLA-ക്ക് ഈ അംഗത്തിനെതിരെ പരാതി നൽകാം. ആ പരാതി ലഭിച്ചാൽ സ്പീക്കർക്കാണ്, എത്തിക്സ് കമ്മിറ്റിക്ക് നേരിട്ടല്ല, സ്പീക്കർക്കാണ് ഒരു അംഗം പരാതി നൽകേണ്ടത്. ആ പരാതി ലഭിച്ചാൽ നിയമസഭാ സ്പീക്കർക്ക് ആ പരാതി സഭയുടെ പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് കൈമാറാം. ആ കമ്മിറ്റി നിരവധി നടപടിക്രമങ്ങൾക്ക് ശേഷമാകും ഇതിലുള്ള നടപടികൾ തീരുമാനിക്കേണ്ടത്. സഭാ സമ്മേളനം ചേരാത്ത സമയങ്ങളിലും ഒരു അംഗത്തിന് മറ്റൊരു MLA-ക്കെതിരെ, മറ്റൊരു അംഗത്തിനെതിരെ സദാചാര വിരുദ്ധ പ്രവർത്തനത്തിന് നിയമസഭയുടെ പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് പരാതി നൽകാം. സഭ ആരംഭിക്കുമ്പോഴോ അല്ലെങ്കിൽ ആ പരാതി ലഭിക്കുന്ന സമയത്തോ 9-ലധികം അംഗങ്ങൾ അടങ്ങിയിട്ടില്ലാത്ത പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് ഈ പരാതി ഗവർണർക്ക് കൈമാറാം. ആ കമ്മിറ്റി റഫർ ചെയ്യുന്ന ഏതൊരു പ്രശ്നവും പരിശോധിക്കാനും അതിലെ വസ്തുതകൾ പരിഗണിച്ച് അവകാശ ലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്ന് ഉണ്ടെങ്കിൽ അതിന്റെ ആ അവകാശ ലംഘന സ്വഭാവം എന്തെന്ന്, അത് ഇടവരുത്തിയ സാഹചര്യം എന്തെന്നൊക്കെ പരിശോധിച്ച് ഉചിതമുള്ള നടപടികൾ ആ കമ്മിറ്റിക്ക് ശുപാർശ ചെയ്യാം. ആ ശുപാർശ ചെയ്യുന്ന റിപ്പോർട്ട് സ്പീക്കർ സഭ ചേരുമ്പോൾ സഭയിൽ വയ്ക്കണം. ആ സഭ റിപ്പോർട്ട് പരിഗണിച്ച് കമ്മിറ്റിയിലെ ചെയർപേഴ്സണോ അല്ലെങ്കിൽ ഏതെങ്കിലും അംഗത്തിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അംഗത്തിനോ റിപ്പോർട്ട് പരിഗണനയ്ക്കെടുക്കണമെന്ന ഉപക്ഷേപം സഭയിൽ അവതരിപ്പിക്കും. അങ്ങനെ ചെയ്താൽ ആ പ്രശ്നം സഭയിൽ വോട്ടിനിട്ട് തീരുമാനമെടുക്കാമെന്നാണ് നിയമസഭാ നടപടിക്രമങ്ങൾ, നിയമസഭാ ചട്ടങ്ങൾ പറയുന്നത്. സഭയിൽ വോട്ടിടുന്നതിന് മുമ്പ് സ്പീക്കർക്ക് ആ ഉപക്ഷേപത്തിന്മേൽ അരമണിക്കൂർ കവിയാത്ത സമയത്തേക്കുള്ള ചർച്ചയ്ക്കും അനുവദിക്കാവുന്നതാണ്. സഭ റിപ്പോർട്ട് പരിഗണിക്കേണ്ടതാണുള്ള കാര്യം സ്ഥാപിക്കുന്നതിനാവശ്യമായ കാര്യങ്ങൾ ചർച്ചയിൽ, അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ ചർച്ച പോകാൻ പാടില്ലെങ്കിലും ആ കാര്യങ്ങൾ വിശദമായി തന്നെ ചർച്ച നടക്കും. അതിനുശേഷം കമ്മിറ്റിയുടെ പരിഗണനയ്ക്കെടുക്കും. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് സഭ അംഗീകരിക്കുകയാണെങ്കിൽ ആ അംഗത്തിനെ, ഈ സദാചാര വിരുദ്ധ പ്രവർത്തനം നടത്തിയ അംഗത്തിനെ നിയമസഭാ അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാൻ നിയമസഭയ്ക്ക് അധികാരമുണ്ട്. ആ പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിയുടെ
റിപ്പോർട്ട് പരിഗണിച്ചു. അതിനു മുമ്പ് തന്നെ ഈ പരാതി ലഭിച്ചാൽ എത്തിക്സ് കമ്മിറ്റിക്ക് പരാതി കിട്ടിക്കഴിഞ്ഞാൽ ഈ കക്ഷികളെ, അതായത് പരാതി നൽകിയ ആളെയും ആരോപണ വിധേയനായ ആളെയും എത്തിക്സ് കമ്മിറ്റി ഹിയർ ചെയ്യണം. അവരുടെ വാദങ്ങൾ കൂടി കേട്ട ശേഷമാകും അന്തിമ തീരുമാനമെടുക്കുകയും ആ റിപ്പോർട്ട് തയ്യാറാക്കി സഭയിൽ വയ്ക്കുകയും ചെയ്യേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഇത്തരമൊരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ സഭ ചേരുന്ന സമയമല്ല, പക്ഷേ സ്പീക്കർക്ക് ഏതെങ്കിലും ഒരു MLA പരാതി നൽകിയാൽ സ്പീക്കർക്ക് ആ പരാതി സഭയുടെ പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് വിടാനുള്ള അധികാരമുണ്ട്. ഇനി ജനുവരി അവസാനമോ ഫെബ്രുവരി ആദ്യമോ ആകും നിയമസഭ സെഷൻ ചേരുക. ബജറ്റ് സമ്മേളനമാണ് ഈ നിയമസഭയുടെ അവസാന സമ്മേളനം. അതിലൊരുപക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ പരാതി ലഭിച്ചാൽ ആ പരാതി കൂടി പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് കൂടി ഒരുപക്ഷേ സമ്മേളനത്തിൽ വന്നേക്കാം. അതൊരു നീക്കങ്ങളും ഇടത് കേന്ദ്രങ്ങൾ ഭരണപക്ഷം ആരംഭിച്ചതാണ് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സദാചാര വിരുദ്ധ പ്രവർത്തനത്തിന് സഭയുടെ അംഗത്വം കൂടി റദ്ദാക്കി പുറത്താക്കാനുള്ള അധികാരമുണ്ടാവും. അങ്ങനെയെങ്കിൽ അത് കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായമായി കൂടി രചിക്കപ്പെടും. നേരത്തെ KR ഗൗരിയമ്മയ്ക്കെതിരെയുള്ള അധിക്ഷേപകരമായ പരാമർശത്തിന് PC ജോർജിന് നിയമസഭ താക്കീത് ചെയ്തിരുന്നു. അതിനപ്പുറത്തേക്ക് സദാചാര വിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിൽ, മോശം സ്വഭാവത്തിന്റെ പേരിൽ ഒരു അംഗത്തെയും കേരള നിയമസഭ അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. അങ്ങനെ സംഭവിച്ചാൽ അതിലും രാഹുൽ മാങ്കൂട്ടത്തിലെന്ന പാലക്കാട് MLA ഒരു പുതിയ റെക്കോർഡാകും, പുതിയ ചീത്തപ്പേരാകും എഴുതി ചേർക്കാൻ പോകുന്നത്. രാഹുലിന്റെ അറസ്റ്റ് വൈകിക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയ നീക്കമെന്ന ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തി. പരാതി ലഭിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മുൻകൂർ അറിയാമായിരുന്നിട്ടും രാഷ്ട്രീയ നേട്ടത്തിനായി അറസ്റ്റിന് തയ്യാറായില്ലെന്നാണ് സതീശന്റെ ആരോപണം. എന്നാൽ രാഹുലിനെ ഒളിപ്പിക്കുന്നത് കോൺഗ്രസുകാരാണെന്നാണ് മുഖ്യമന്ത്രിയുടെ മറുപടി. ഇത് തലേ ദിവസം ഈ പെൺകുട്ടി പരാതി കൊടുക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അറിയായിരുന്നല്ലോ, ഇല്ലേ? അത് പരാതി കൊടുത്താലുള്ള നടപടികളെ കുറിച്ചും അറിയായിരുന്നു. ഒരു സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഒരു പോലീസുകാരൻ വിചാരിച്ചാൽ ഈ അറസ്റ്റ് നടക്കുമായിരുന്നല്ലോ. ആ അറസ്റ്റൊന്നും അല്ലെന്നേ അവരുടെ ആഗ്രഹം. അവരുടെ ആഗ്രഹം ഈ ശബരിമലയിലെ കൊള്ള ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊന്ന് മാറ്റിവെച്ചിട്ട് വേറെ വിഷയം ചർച്ച ചെയ്യണം. അതിലൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. അങ്ങക്ക് അറിയായിരിക്കുമല്ലോ എവിടെയാണുള്ളതെന്ന്. അതൊന്ന് പറഞ്ഞാൽ മതി, അതവര് നേരെ പോയിട്ട് പിടിച്ചോളൂ, ഒരു പ്രശ്നമില്ല. രാഹുലിന്റെ അറസ്റ്റ് വൈകുന്നത് പോലീസ് തിരക്കഥയെന്ന് അബിൻ വർക്കി. ശബരിമല കൊള്ളമറയ്ക്കാൻ പോലീസ് നാടകം കളിക്കുന്നുവെന്നും അബിൻ വർക്കി പറഞ്ഞു. പോലീസ് ഒരു വലിയ ഡ്രാമ കളിക്കുകയാണ്. എന്താണ് എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ശബരിമല സ്വർണ്ണ കൊള്ള മറയ്ക്കുന്നതിന് വേണ്ടിയാണ്. ആ വിഷയം ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. ഇന്നലെ പോലും കോടതിയുടെ വിധി പറഞ്ഞത് ഉന്നതരിലേക്ക് അന്വേഷണം പോകണമെന്നുള്ളതാണ്. ആ അമ്പലം വിഴുങ്ങികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി അമ്പലക്കൊള്ളക്കാർക്ക് കൂട്ടുനിന്ന കള്ളന് കഞ്ഞി വെച്ചു കൊടുത്ത സർക്കാർ ചെയ്യുന്ന പരിപാടിയാണ് ഈ പരിപാടി എന്നുള്ളത് ഞങ്ങളുടെ കൃത്യമായ ആരോപണമാണ്. ഡിവൈഎഫ്ഐ പ്രവർത്തകർ പടക്കം പൊട്ടിക്കേണ്ടത് പിണറായി വിജയന്റെ ഓഫീസിന് മുന്നിലെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ്. പുതുച്ചോറിനെ ഡിവൈഎഫ്ഐ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ ഉപയോഗിക്കുന്നതാണ് ഇന്നലെ ഹൗസ് ദുർഗ് കോടതിക്ക് മുന്നിൽ കണ്ടതെന്നും ജനീഷ് പറഞ്ഞു. അത് CPM-ന് പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്നത് അതിന് എത്രത്തോളം ഗുണകരമാണെന്ന് അവർ തന്നെ ആലോചിക്കുക. ആ പടക്കം പൊട്ടിക്കേണ്ടത് സത്യത്തിൽ പിണറായി വിജയന്റെ ഓഫീസിന് മുമ്പിൽ കൊണ്ടിട്ട് പൊട്ടിക്കേണ്ട പടക്കമാണ്. ആ പടക്കത്തിന്റെ ശബ്ദത്തിലെങ്കിൽ അദ്ദേഹം ചില കാര്യങ്ങളൊന്നും ഓർത്തെടുക്കാൻ ശ്രമിച്ചാൽ നന്നായിരിക്കും. എത്ര പരാതികൾ ഇതിനു മുമ്പ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിക്കും മുഖ്യമന്ത്രിക്കും ഉൾപ്പെടെയുള്ള ആളുകൾക്ക്. അതിജീവിതയ്ക്കെതിരായ സൈബർ അധിക്ഷേപത്തിൽ കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യരുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാറ്റിവെച്ചു. ജാമ്യാപേക്ഷയിൽ തിങ്കളാഴ്ച വാദം കേൾക്കും. രാഹുൽ ഈശ്വരുടെ ജാമ്യാപേക്ഷയിൽ ഉച്ചയ്ക്ക് ശേഷം വാദം കേൾക്കും. തിരുവനന്തപുരം സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ACJM കോടതി തനിക്ക് ജാമ്യം നിഷേധിച്ചത് പരാതിക്കിടയാക്കിയ വീഡിയോ മുഴുവൻ കാണാതെയാണെന്നാണ് രാഹുലിന്റെ വാദം. രാഹുൽ വിവാദം മറികടക്കാൻ ശബരിമല സ്വർണ്ണക്കൊള്ള സജീവമാക്കി നിർത്താൻ UDF. ദേവസ്വം മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ തൊടാത്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിട്ടാണെന്ന ഗുരുതര ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉന്നയിച്ചത്. എന്നാൽ കുറ്റം ചെയ്ത ആരെയും സംരക്ഷിക്കില്ലെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ഞങ്ങൾ സെറ്റ് ചെയ്ത അജണ്ടയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കേരളം ചർച്ച ചെയ്യുന്നത്. അത് ശബരിമലയിലെ കൊള്ള കേരളം ചർച്ച ചെയ്യുകയും തെരഞ്ഞെടുപ്പിൽ അതിന്റെ പ്രതിഫലനം ഉണ്ടാവുകയും ചെയ്യും. ഈ സർക്കാരിനെതിരായി ഞങ്ങൾ സമർപ്പിച്ചിട്ടുള്ള എല്ലാ കുറ്റപത്രവും ഇവിടെ വിചാരണ ചെയ്യപ്പെടും. ഹൈക്കോർട്ടിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുകയാണ്. എല്ലാ കാര്യങ്ങളും ഹൈക്കോർട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. ഫലപ്രദമായ അന്വേഷണമാണ് നടക്കുന്നത്. ഹൈക്കോർട്ടിന്റെ മേൽനോട്ടവും നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ആ വഴിക്ക് നമുക്ക് ആ അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തി രേഖപ്പെടുത്താം. പിന്നെ CPIM-നെ സംബന്ധിച്ചിടത്തോളം CPIM ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കാര്യത്തിൽ
ആര് തെറ്റ് ചെയ്താലും ആ തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കുന്ന ഒരു നടപടിയും പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്നത് CPIM വ്യക്തമാക്കിയുള്ള കാര്യമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ അന്തർദേശീയ ഇടപാടെന്ന് രമേശ് ചെന്നിത്തല. 500 കോടിയുടെ അഴിമതിയാണ് നടന്നത്. സ്വർണം വിറ്റത് വൻ മാഫിയയ്ക്കാണ്. തനിക്ക് വിവരം നൽകിയ ആൾ SITക്ക് മൊഴി നൽകാൻ തയ്യാറാണെന്നും ചെന്നിത്തല പറഞ്ഞു. ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത ഇത്രയും വലിയ കൊള്ള നടത്തിയിട്ടും ഇത് അന്താരാഷ്ട്ര മാനങ്ങളുള്ള വലിയ ഒരു തട്ടിപ്പാണ്. 500 കോടിയിലധികം രൂപയുടെ ഒരു വലിയ അഴിമതിയാണ് ഇതിലൂടെ നടന്നിട്ടുള്ളത്. SITക്ക് ഞാൻ കത്ത് കൊടുക്കുന്നതിൻ്റെ ഇന്ന് കത്ത് കൊടുക്കുന്നതിൻ്റെ കാരണം ഇത് ഈ പറയുന്ന കാര്യത്തെപ്പറ്റി വിശദമായൊരു അന്വേഷണം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാറിനെ അയോഗ്യനാക്കണമെന്ന ഹർജി ഇരട്ടപ്പദവി ചൂണ്ടിക്കാട്ടി കാർഷികോൽപാദന കമ്മീഷണർ B. അശോക് നൽകിയ ഹർജി തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് ജില്ലാ കോടതി ഫയലിൽ സ്വീകരിച്ചു. അശോകിൻ്റേത് അസാധാരണ നടപടിയെന്ന് മുഖ്യമന്ത്രിയും സർക്കാരിൽ നിന്ന് ശമ്പളം കൈപ്പറ്റുന്നില്ലെന്ന് ജയകുമാറും പ്രതികരിച്ചു. സംസ്ഥാന ചീഫ് സെക്രട്ടറി ആയിരുന്ന K. ജയകുമാർ വിരമിച്ച ശേഷം മലയാള സർവകലാശാലയുടെ വൈസ് ചാൻസലർ പദവി അടക്കം വഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ IMGയുടെ ഡയറക്ടർ ആയിരിക്കുമ്പോഴാണ് ശബരിമലയിൽ വലിയ വിവാദം ഉണ്ടാകുന്ന സമയത്ത് ശബരിമല ഉൾപ്പെടുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി CPM K. ജയകുമാറിനെ നോമിനേറ്റ് ചെയ്തത്. IMG ഡയറക്ടർ എന്ന പദവിയിൽ തുടരുമ്പോൾ തന്നെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആകുന്നത് ചട്ടപ്രകാരമല്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് കാർഷികോൽപാദന കമ്മീഷണർ കൂടിയായ ഡോക്ടർ B. അശോകിന്റെ ഹർജി വ്യക്തിപരമായ നിലയിലാണ് ഹർജി നൽകിയതെന്നാണ് അദ്ദേഹം നൽകുന്ന വിശദീകരണം. IAS തലപ്പത്തെ പോരിന്റെ കൂടി ഭാഗമാകാം ഈ ഒരു പരാതി എന്ന് വേണം കരുതാൻ. ഏതായാലും ജയകുമാർ ഈ പദവി രാജിവെക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. പെട്ടെന്ന് ഉള്ള തീരുമാനമായതുകൊണ്ടാണ് തീരുമാനം വൈകുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിശദീകരണം. വൈകാതെ ഒരു സ്ഥാപനത്തിൽ മാത്രമാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിൽ നിന്ന് ശമ്പളം വാങ്ങുന്നില്ല, പകരം IMG ഡയറക്ടർ നൽകുന്ന ശമ്പളം മാത്രമാണ് വാങ്ങുന്നതെന്നും ജയകുമാർ വിശദീകരിക്കുന്നു. സർക്കാരിന്റെ ഒരു തീരുമാനത്തിനെതിരെയാണ് ഈ ഹർജി. അത് സർക്കാർ ഉചിതമായ രീതിയിൽ അതിന്റെ മെഷീനറി ഉപയോഗിച്ച് മറുപടി പറയും. ഒരു സർക്കാർ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഞാനിവിടെ ഇരിക്കുന്നു. അവിടെ IMGയിൽ ഞാൻ തുടരുന്നു എന്നുള്ള ശരിയാണ്. രണ്ടിടത്തുനിന്ന് ശമ്പളം വാങ്ങുന്നില്ല, എന്തായാലും ഒരിടത്തുനിന്നേ വാങ്ങുന്നുള്ളൂ. ദേവസ്വം ബോർഡിൽ നിന്ന് ഞാനൊന്നും വാങ്ങുന്നില്ല. ഇപ്പോൾ അവിടെ എനിക്ക് പകരമായ ഒരാളെ ഈ ഉടനെ തന്നെ ഗവൺമെൻറ് പോസ്റ്റ് ചെയ്യുമെന്നാണ് എനിക്ക് ഇവിടെ ചാർജ് എടുക്കുമ്പോൾ എനിക്ക് തന്ന ധാരണ. അതുവരെ തൽക്കാലത്ത് അത് ഇരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനകത്ത് നിയമവിരുദ്ധമായ എന്തെങ്കിലും ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ സർക്കാരാണ് അതിന് മറുപടി പറയേണ്ടത്. സർക്കാർ അത് ഉചിതമായ രീതിയിൽ പറയും. എന്നാൽ അശോകിന്റേത് അസാധാരണ നടപടി എന്ന വിലയിരുത്തലാണ് സർക്കാരിനുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. നേരത്തെയും സർക്കാരിനെതിരെ, സർക്കാർ തീരുമാനങ്ങൾക്കെതിരെ കോടതിയെ സമീപിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് ഡോക്ടർ B. അശോക്. ഇതും അത്തരമൊരു നീക്കത്തിന്റെ ഭാഗമെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. ശ്രീ ജയകുമാർ നമ്മുടെ ദേവസ്വം ബോർഡിന്റെ ചെയർമാനായത് അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പോയിട്ടുള്ളത്. ദേവസ്വം ബോർഡിന്റെ ചെയർമാൻ സ്ഥാനത്ത് അദ്ദേഹം ഗവൺമെന്റ് നിശ്ചയിച്ചതിന്റെ ഭാഗമായിട്ട് മാറിയതാണ്. ഇപ്പോൾ IAS റിട്ടയർഡാണ്. അപ്പോൾ റിട്ടയർഡായിട്ടുള്ള ഒരാളാണ് ഇപ്പോൾ അദ്ദേഹം. ആ നിലക്ക് സർവീസിന്റെ ഭാഗമാണ് എന്ന് പറയാനാവില്ല. IMG ഡയറക്ടർ സ്ഥാനത്ത് വലിയ ശമ്പളമാണ്. ചീഫ് സെക്രട്ടറി റാങ്കിന് തുല്യമായ, ചീഫ് സെക്രട്ടറിക്ക് തുല്യമായ പദവിയാണ് IMG ഡയറക്ടർ, റാങ്കാണ് IMG ഡയറക്ടറുടെ. അതുകൊണ്ട് വലിയ ശമ്പളം അവിടെയുണ്ട്. അതുകൊണ്ടാണ് ആ ശമ്പളം വാങ്ങുകയും ദേവസ്വം ബോർഡിൽ ശമ്പളം വേണ്ട തീരുമാനത്തിലേക്ക് K. ജയകുമാർ എത്തിയതെന്നുമാണ് B. അശോകും അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട വിമർശിക്കുന്നവരും ചൂണ്ടിക്കാട്ടുന്നത്. ഏതായാലും അശോകിന്റെ പരാതിയിൽ കോടതി സർക്കാരിനും ചീഫ് സെക്രട്ടറിക്കും K. ജയകുമാറിനും അതുപോലെ തന്നെ ദേവസ്വം സെക്രട്ടറിക്കും നോട്ടീസ് അയച്ചിട്ടുണ്ട്. കേസ് പരിഗണിക്കുമ്പോൾ സർക്കാരും ജയകുമാറും നിലപാട് വ്യക്തമാക്കും. PM ശ്രീ വിവാഹത്തിൽ ജോൺ ബ്രിട്ടാസിനെ പിന്തുണച്ച മുഖ്യമന്ത്രി. MP മാർ സർക്കാരിന് വേണ്ടി നേടിയെടുക്കാൻ ബാധ്യതയുള്ളവർ മറ്റെന്തെങ്കിലും തരത്തിലുള്ള നടപടിയല്ല ബ്രിട്ടാസിന്റെ ഭാഗത്തുനിന്നുണ്ടായതെന്നും പിണറായി വിജയൻ പറഞ്ഞു. യഥാർത്ഥത്തിൽ പാർലമെന്റ് അംഗങ്ങളെന്ന് പറയുന്നത് അവര് കേരളത്തിന്റെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അംബാസഡർമാരായി പ്രവർത്തിക്കേണ്ടവരാണ്. നമ്മുടെ നാടിന്റെ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് നേടിയെടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കേണ്ടവരാണ്. ആ പ്രവർത്തനം ഏറിയും കുറഞ്ഞും ഇപ്പോൾ വിവിധ തലങ്ങളിൽ MP മാർ നടത്താറുണ്ട് എന്നത് വസ്തുതയാണ്. അതിൽ രാജ്യസഭ CPMന്റെ നേതാവെന്ന നിലക്ക് ജോൺ ബ്രിട്ടാസ് ഫലപ്രദമായ കാര്യങ്ങൾ
നിർവഹിച്ചു പോകുന്നുണ്ട് എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പാർലമെൻറ്റ് അംഗങ്ങളുടെ കൂട്ടത്തിൽ നല്ല രീതിയിൽ തന്നെ ഇടപെടൽ ശേഷി ബ്രിട്ടാസ് കാണിക്കുന്നുണ്ട് എന്നുള്ളതും എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. അപ്പോൾ നാടിൻ്റെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ എംപിമാർ ചെയ്യാൻ ബാധ്യതപ്പെട്ട കാര്യം അത് ബ്രിട്ടാസ് നിർവഹിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള നടപടിയല്ല ബ്രിട്ടാസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി UDFന് പരസ്യബന്ധമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. UDF നിലപാട് ആത്മഹത്യാപരമാണ്, മതരാഷ്ട്രവാദമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാനം. അത് ഹിന്ദുത്വ നിലപാടിന് സമാനമാണ്. BJPയുമായി പോലും രഹസ്യ ചർച്ച നടത്തിയവരാണ് ജമാഅത്തെ ഇസ്ലാമി എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വെൽഫെയർ പാർട്ടി UDFന്റെ ഘടകകക്ഷി തന്നെയെന്ന് M സ്വരാജ് പറഞ്ഞു. സഖ്യമില്ല, ധാരണ മാത്രമാണ് ഉള്ളതെന്ന് ആണ് മുസ്ലിം ലീഗ് പറയുന്നത്. ധാരണയും സഖ്യവുമൊക്കെ ഒരുപോലെയാണെന്നും M സ്വരാജ് പറഞ്ഞു. UDFലെ ഒരു ഘടകകക്ഷിയായി മാറിയിരിക്കുന്നു. ഔപചാരിക പ്രഖ്യാപനം വന്നിട്ടില്ലായിരിക്കാം, എനിക്കറിഞ്ഞൂടാ. ഘടകകക്ഷിയായി മാറിയിരിക്കുന്നു, ഒരുമിച്ച് മത്സരിക്കുന്നു. KP മജീദ് സാഹിബ് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ആർക്കാണ് വോട്ട് ചെയ്യുന്നത്? ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്യുന്നത്. അത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥിയാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. അപ്പം മലപ്പുറം ജില്ലയിൽ തന്നെ ഈ മുന്നണി ആയി മത്സരിക്കുന്നതിൻ്റെ ഉദാഹരണം എമ്പാടുമുണ്ട്, നമ്മുടെ മുൻപിൽ എമ്പാടുമുണ്ട്. ജമാഅത്തെ ഇസ്ലാമി മുൻപൊക്കെ അവർ വ്യത്യസ്ത നിലപാടാണല്ലോ സ്വീകരിച്ചിരുന്നത്. തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിനെതിരായിരുന്നു ഒരു ഘട്ടത്തിൽ അവർ. അങ്ങനെ പല, ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. വോട്ട് ചെയ്യുന്നത് നല്ല തന്നെയാണ്. തിരുവനന്തപുരം നഗരസഭയിൽ വൻ അഴിമതിയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ടെൻഡറുകൾ വിളിക്കുന്നതിലും കിച്ചൺ ബിൻ പദ്ധതിയിലും വൻ അഴിമതിയുണ്ട്. ടെൻഡർ ഇല്ലാതെയാണ് 15.5 കോടിയുടെ കരാർ നൽകിയത്. ശുചിത്വ മിഷൻ ഡയറക്ടറുടെ കത്ത് അവഗണിച്ചായിരുന്നു നടപടിയെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. അഴിമതിയാണ് അവരുടെ ലക്ഷ്യം, അഴിമതിയാണ് അവരുടെ രാഷ്ട്രീയം. കിച്ചൺ വേസ്റ്റ് ബിൻ അഴിമതി. ജനങ്ങളിലെ മാലിന്യം പ്രശ്നം പരിഹരിക്കാൻ അതിൻ്റെ പേരിൽ അഴിമതി ചെയ്യുന്ന ഒരു കേസ്. എത്രയോ ടെൻഡേഴ്സ്, ഓഡിറ്റ് ചെയ്യാത്ത ടെൻഡേഴ്സ്, അവരൊരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കുന്നു, ടെൻഡർ ചെയ്യുന്നു. ഇതൊരു ഫിക്സ്ഡ് മാച്ച് ആയിട്ട് അവർ ടെൻഡർ ചെയ്യുന്നത്, ഒരു ഗൂഢാലോചന, അഴിമതിൻ്റെ ഒരു കോൺസ്പിറസി. എത്രയോ ടെൻഡേഴ്സ് അവർ എസ്റ്റിമേറ്റിൻ്റെ 3 രൂപ കമ്മിയാക്കി അവാർഡ് ചെയ്യുന്നു. എന്നിട്ട് ഒറ്റ ടെൻഡർ ഇത് ഓഡിറ്റ് ചെയ്യാത്ത ഒരു ഭരണമാണ് ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ LDF ചെയ്യുന്നത്. പ്രതിരോധ വ്യാപാര കരാറുകളിൽ ഒപ്പുവെക്കാൻ ഇന്ത്യയും റഷ്യയും. വാർഷിക ഉച്ചകോടി ഡൽഹിയിൽ തുടരുകയാണ്. രാഷ്ട്രപതി ഭവനിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന് സ്വീകരണം നൽകി. KP അഭിലാഷ് ശരിയാണ്. അഭിലാഷ്, ഒരുപാട് പ്രധാനപ്പെട്ട കരാറുകൾക്ക് ഒപ്പിടേണ്ടതുണ്ട്. നിർണായകമായ സന്ദർശനമാണ് ഇന്നിപ്പോൾ. രാഷ്ട്രപതി സ്വീകരണം, ഒപ്പം ഉച്ചകോടി നടക്കുന്നു. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വിവരങ്ങൾ? രഞ്ജിത്ത്, ഇന്ത്യ റഷ്യ 23ാമത് ഉച്ചകോടിക്ക് തുടക്കമായിരിക്കുന്നു. ഡൽഹിയിലെ ഹൈദരാബാദ് ഭവനിൽ ആണ് ഇപ്പോൾ ഉച്ചകോടി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് പുറമെ പ്രധാനപ്പെട്ട 2 മന്ത്രിമാരും അതോടൊപ്പം തന്നെ റഷ്യയുടെ കേന്ദ്ര ബാങ്കിൻ്റെ ഗവർണറും ഈ ഉച്ചകോടിയുടെ ഭാഗമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തന്ത്രപ്രധാനമായ കരാറുകളിൽ ആയിരിക്കും ഇരു രാജ്യങ്ങളും ഏർപ്പെടാൻ പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ സൂചനകൾ ഇന്നലെ തന്നെ പുറത്തു വന്നിരുന്നതാണ്. അതായത് ഇന്നലെ പാലം വിമാനത്താവളത്തിൽ റഷ്യയുടെ പ്രസിഡന്റ് എത്തിയപ്പോൾ തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് അദ്ദേഹത്തെ സ്വീകരിക്കുകയും അതിനുശേഷം ഇന്ത്യ സജ്ജമാക്കിയ വാഹനത്തിൽ ആണ് ലോക് കല്യാൺ മാർഗിലെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് പുറപ്പെടുകയും ചെയ്തത്. ഇന്നലെ വൈകിട്ട് അത്താഴ വിരുന്ന് നൽകിയിരുന്നു. അതിനുശേഷം വ്ളാഡിമിർ പുടിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം തന്നെയായിരുന്നു ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ഏതെങ്കിലും ലോകരാജ്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്ന രാജ്യമല്ല ഇന്ത്യ എന്നതായിരുന്നു വ്ളാഡിമിർ പുടിൻ്റെ പ്രതികരണം. അതുതന്നെ ലോകക്രമത്തിൽ വരാൻ പോകുന്ന മാറ്റങ്ങളുടെ സൂചനയായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഈ ഉച്ചകോടി ഏറെ ശ്രദ്ധേയമാകുന്നത്. മാത്രവുമല്ല, റഷ്യ യുക്രൈൻ യുദ്ധം പുരോഗമിക്കുന്നതിന് ഇടയിൽ ഇപ്പോഴും ആ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും സമാധാനത്തിലേക്ക് എത്തിയിട്ടില്ല. അതിനിടയിൽ കൂടിയാണ് ഇന്ത്യയിലേക്ക് റഷ്യൻ പ്രസിഡന്റ് എത്തിയിട്ടുള്ളത്. ഇനി ഏതൊക്കെ വ്യാപാര കരാറുകളിൽ ആണ് ഏർപ്പെടാൻ പോകുന്നത് എന്നത് പരിശോധിക്കുമ്പോൾ പ്രധാനമായും മനസ്സിലാക്കാൻ പറ്റുന്നത് എണ്ണ, വാതകം, പെട്രോ കെമിക്കൽസ്, ബാങ്കിംഗ്, റെയിൽവേ, സ്റ്റീൽ ഈ മേഖലകളിൽ റഷ്യ
ഇന്ത്യയിൽ നിക്ഷേപം നടത്തും എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ച കരാറിൽ ഏർപ്പെടും. അതേസമയം ഇന്ത്യയാകട്ടെ എണ്ണ, വാതകം, ഫാർമസ്യൂട്ടിക്കൽ മേഖലകളിൽ ആയിരിക്കും റഷ്യയിൽ നിക്ഷേപത്തിന് ഒരുങ്ങുന്നത്. ഒപ്പം പരസ്പര സഹകരണം ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ഗതാഗതം, ഖനനം, തൊഴിൽ, ആരോഗ്യ മേഖലകളിൽ ഉടമ്പടികളിൽ ഏർപ്പെടും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പ്രതിരോധ മേഖലയിലെ സഹകരണം ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. പതിറ്റാണ്ടുകളായി ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ ഏറ്റവും മികച്ച പങ്കാളി എന്നത് റഷ്യയാണ്. ഇന്ത്യയുടെ യുദ്ധക്കപ്പലുകളാകട്ടെ, ഫ്ലൈറ്റുകൾ ആകട്ടെ, അതിൽ എല്ലാം തന്നെ റഷ്യയുടെ സാങ്കേതിക സഹായങ്ങളോ അല്ലെങ്കിൽ റഷ്യൻ നിർമ്മിതമായ ഉപകരണങ്ങളോ ഒക്കെയാണ് ഇപ്പോഴും ഇന്ത്യ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. 2030 വരെ നീളുന്ന കരാറുകളിൽ ഇന്ത്യയും അതോടൊപ്പം തന്നെ റഷ്യയും ഒപ്പുവെച്ചേക്കും എന്ന സൂചനകൾ ആണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിന് ഉള്ള അനുമതി നേരത്തെ തന്നെ റഷ്യൻ പാർലമെൻറ്റിൻ്റെ അധോസഭയായ ഡ്യൂമ നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ കരാറുകളിലേക്ക് ഇന്ത്യയും റഷ്യയും എത്തിപ്പെടാനുള്ള സാധ്യതയാണ് നമുക്ക് മുന്നിൽ ഉള്ളത്. മറ്റൊന്ന് ആണവോർജ്ജ മേഖലയിലെ സഹകരണം ആണ്. വലിയ ഊർജ്ജ പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടിയുള്ള ധാരണാപത്രത്തിലേക്ക് ഇരു രാജ്യങ്ങളും എത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ തന്നെ കൂടംകുളം ആണവ നിലയം ഉൾപ്പെടെ റഷ്യയുടെ സാങ്കേതിക സഹായത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത്. ഒരു പക്ഷേ ഇന്ത്യക്ക് തദ്ദേശീയമായി ഈ റിയാക്ടറുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും കാര്യക്ഷമമാക്കുന്നതിനും വേണ്ടി റഷ്യയുടെ സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് കൈമാറുന്നത് സംബന്ധിച്ച ഉടമ്പടിയിലും ഒപ്പുവെക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇപ്പോഴും ഉച്ചകോടി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ നിർണായകമായ ചർച്ചകൾക്കും ഉടമ്പടിക്കും ശേഷം റഷ്യൻ പ്രസിഡന്റും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും സംയുക്ത പ്രസ്താവന ഇറക്കുവാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല. 2 ദിവസത്തെ സന്ദർശനത്തിന് ശേഷം ഇന്ന് രാത്രി രാഷ്ട്രപതി ഭവനിൽ ആണ് രാഷ്ട്രപതിയുടെ അത്താഴ വിരുന്നുണ്ട്. ഇന്നലെയായിരുന്നു പാലം വിമാനത്താവളത്തിലെ സ്വീകരണമെങ്കിൽ ഇന്നിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് രാഷ്ട്രപതി ഭവനിൽ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് നൽകിയ സ്വീകരണം ആണ്. അതിനുശേഷം രാത്രി 9 മണിക്ക് മുമ്പാണ് രാഷ്ട്രപതിയുടെ അത്താഴ വിരുന്നുള്ളത്. 9:30 കൂടിയാണ് 2 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി വ്ളാഡിമിർ പുടിൻ തിരികെ റഷ്യയിലേക്ക് പുറപ്പെടുക. അഭിലാഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇൻഡിഗോ സർവീസുകൾ മുടങ്ങുന്നത് വ്യോമയാന മേഖലയെ ബാധിച്ചതോടെ പൈലറ്റുമാരുടെ ഡ്യൂട്ടി സംബന്ധിച്ച വ്യവസ്ഥകളിൽ ഭാഗികമായ ഇളവുമായി വ്യോമയാന മന്ത്രാലയം. ആഴ്ചയിലെ അവധി വിശ്രമ സമയമായി കണക്കാക്കാൻ ആകില്ല നിർദ്ദേശമാണ് പിൻവലിച്ചത്. ഇന്നും 500-ലധികം സർവീസുകൾ റദ്ദാക്കിയതോടെ നിരവധി യാത്രക്കാർ വലഞ്ഞു. നെടുമ്പാശ്ശേരിയിലടക്കം പല വിമാനത്താവളങ്ങളിലും യാത്രക്കാർ പ്രതിഷേധിച്ചു. ഡൽഹിയിൽ നിന്ന് പുറപ്പെടുന്ന എല്ലാ സർവീസുകളും അർദ്ധരാത്രി വരെ റദ്ദാക്കി. സർവീസുകൾ സാധാരണ നിലയിലാകാൻ ഫെബ്രുവരി വരെ സമയമെടുക്കുമെന്നാണ് ഇൻഡിഗോയുടെ വിശദീകരണം. രാകേഷ് വിവരങ്ങൾ പങ്കുവെക്കും. രാകേഷ്, അസാധാരണമായൊരു പ്രതിസന്ധിയാണല്ലോ. ഇതിൻ്റെ ഒരു മൂല കാരണം എന്താണ്? എല്ലാം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോയൊരു സമയത്താണ് ഇത്തരമൊരു വലിയ പ്രശ്നത്തിലേക്ക് പോകുന്നത്. അതേ രഞ്ജിത്ത്, വലിയ പ്രതിസന്ധിയിലാണ് ഇൻഡിഗോ, ഒപ്പം തന്നെ വ്യോമയാന മേഖലയും. കാരണം തുടർച്ചയായ 4ാം ദിവസവും വിമാനങ്ങൾ കൂട്ടത്തോടെ റദ്ദാക്കുകയാണ്. ഇന്നലെ 550 വിമാനങ്ങൾ റദ്ദാക്കിയെങ്കിൽ ഇന്ന് ഉച്ചവരെ ഏതാണ്ട് 500 വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്. ഇതിൽ തന്നെ ഡൽഹി വിമാനത്താവളത്തിലാണ് ഏറ്റവും കൂടുതൽ വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുള്ളത്. ഡൽഹിയിൽ പുറപ്പെടേണ്ട 135 വിമാനങ്ങൾ റദ്ദാക്കി. ഡൽഹിയിൽ എത്തിച്ചേരേണ്ട 90 വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്. ബംഗളൂരുവിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഏതാണ്ട് 50 വിമാനങ്ങളാണ്, അവിടെ എത്തിച്ചേരേണ്ട 50 വിമാനങ്ങൾ റദ്ദാക്കി. അവിടെ നിന്ന് പുറപ്പെടേണ്ട 50 വിമാനങ്ങളും യാത്ര സാധ്യമായിട്ടില്ല. ഹൈദരാബാദിൽ 92 വിമാനങ്ങൾ റദ്ദാക്കി. ഏതാണ്ട് 500 വിമാനങ്ങൾ ഇന്നും റദ്ദാക്കിയിട്ടുണ്ട്. ഏതായാലും അടുത്തിടെ നടപ്പാക്കിയ ചില പരിഷ്കാരങ്ങൾ അതാണ് ഇപ്പോൾ ഇൻഡിഗോയെ അടക്കം വലിയ തോതിൽ ബാധിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് FTTL, അതായത് പൈലറ്റുമാരുടെ ജോലി സംബന്ധിച്ച പുതിയ വ്യവസ്ഥകളാണ് വലിയ തോതിൽ വ്യോമയാന മേഖലയടക്കം ഇൻഡിഗോയെ അടക്കം പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. കാരണം അവരുടെ ആഴ്ചയിലെ അവധി സമയം നേരത്തെ 36 മണിക്കൂറായിരുന്നെങ്കിൽ അത് 48 മണിക്കൂറായി ഉയർത്തണം എന്നടക്കമുള്ള വ്യവസ്ഥകളായിരുന്നു. ഇതോടുകൂടി വലിയ തോതിൽ ജീവനക്കാരുടെ, പൈലറ്റുമാരുടെ അടക്കം ക്ഷാമം ഇൻഡിഗോ നേരിടുകയാണ്. ഏതായാലും ഈ പ്രതിസന്ധി തുടർച്ചയായ 4ാം ദിവസവും വ്യോമയാന മേഖലയെ അപ്പാടെ ഒളിച്ചിരിക്കുകയാണ്. പല വിമാനത്താവളങ്ങളിലും ഇൻഡിഗോയിൽ യാത്ര ചെയ്യാനായി എത്തിയ യാത്രക്കാരൊക്കെ തന്നെ വിമാനം റദ്ദാക്കിയതോടുകൂടി വലഞ്ഞു. നെടുമ്പാശ്ശേരിയിലോ ഒപ്പം തന്നെ തിരുവനന്തപുരത്തടക്കം രാജ്യത്തെ വിവിധ ഭാഗങ്ങളിലും വലിയ തോതിൽ യാത്രക്കാരുടെ ഭാഗത്ത് നിന്ന് പ്രതിഷേധമുണ്ടാവുകയും ചെയ്തു. കാരണം രാജ്യത്തെ ഏതാണ്ട് 60% വിമാന സർവീസുകളും കൈകാര്യം ചെയ്യുന്നത് ഇൻഡിഗോയാണ്. നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ഇൻഡിഗോ പല സമയങ്ങളിലും കൃത്യനിഷ്ഠ പാലിക്കുന്നതിൽ മുൻപന്തിയിലുണ്ടായിരുന്ന വിമാനമായിരുന്നു. പക്ഷേ അവരുടെ കഴിഞ്ഞ ദിവസത്തേക്ക് ഓൺ ടൈം പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അത് 20% താഴെ മാത്രം എത്തിയിരിക്കുന്നു. കാരണം കൂട്ടത്തോടെ വിമാനങ്ങൾ
റദ്ദാക്കുകയും ഒപ്പം വൈകി ഓടുകയും ചെയ്യുന്നു. ഇതാണ് ഓൺ ടൈം പെർഫോമൻസ് അടക്കം വൈകാൻ കാരണം. ഏതായാലും നിലവിലെ പ്രതിസന്ധി കണക്കിലെടുത്തുകൊണ്ട് ചില വ്യവസ്ഥകളിൽ ചില ഇളവുകൾ ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യോമയാന മന്ത്രാലയം നൽകിയിരിക്കുകയാണ്. വ്യോമയാന മന്ത്രാലയം ഭാഗികമായി ഇളവ് നൽകിയിരിക്കുന്നത് ഇൻഡിഗോയെ സംബന്ധിച്ച് ആശ്വാസമാണ്. കാരണം ആഴ്ചയിലെ അവധി അത് വിശ്രമസമമായി കണക്കാക്കാൻ കഴിയില്ല എന്നായിരുന്നു നേരത്തെയുള്ള വ്യവസ്ഥ. അതിപ്പോൾ ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇൻഡിഗോയെ സംബന്ധിച്ച് ആശ്വാസമാണെങ്കിൽ പോലും ഇൻഡിഗോയുടെ ഭാഗത്തുനിന്നുള്ള വിശദീകരണമായി ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് സാധാരണ നിലയിലാകാൻ വ്യോമയാന മേഖലയിൽ ഇൻഡിഗോയുടെ സർവീസുകൾ സാധാരണ നിലയിലാകാൻ ഇനിയും സമയമെടുക്കും. ഏതാണ്ട് ഫെബ്രുവരി മാസം 10-ാം തീയതിയോടുകൂടി മാത്രമേ സാധാരണ നിലയിലാകൂ എന്നാണ് ഇൻഡിഗോ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം 8-ാം തീയതി മുതൽ സർവീസുകൾ വെട്ടിക്കുറച്ച് നിലവിൽ ക്യാൻസലേഷനും ഒപ്പം തന്നെ വൈകിയോടുന്നും ഒഴിവാക്കാനുള്ള നടപടികൾ പ്രാരംഭഘട്ടത്തിൽ തുടങ്ങും എന്നാണ് ഇപ്പോൾ ഇൻഡിഗോ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. രഞ്ജിത്ത്. രാകേഷ് വിവരങ്ങൾ പങ്കുവച്ചു. ശബരിമലയിൽ വീണ്ടും തിരക്കേറുന്നു. ഉച്ചയ്ക്ക് 1 മണി വരെ ദർശനത്തിനെത്തിയത് 53,495 തീർത്ഥാടകർ. ഇന്നലെ 84,872 പേർ മല കയറി. അതേസമയം നാളെ ബാബറി മസ്ജിദ് ദിനമായതിനാൽ ഇന്ന് വൈകിട്ടോടെ സന്നിധാനത്ത് സുരക്ഷ ശക്തമാക്കും. രാവിലെ മുതൽ ഉച്ചവരെയുള്ള ദർശനത്തിൻ്റെ രീതി വെച്ച് ഓരോ മണിക്കൂറിലും 4,500-നും 5,000-നും ഇടയിലുള്ള തീർത്ഥാടകരാണ് മല കയറി എത്തുന്നത് എന്നാണ് കണക്കുകൾ. വെർച്വൽ ക്യൂ വഴിയും സ്പോട്ട് ബുക്കിംഗ് വഴിയുമാണ് തീർത്ഥാടകർ എത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ബുക്ക് ചെയ്തവരും അതിനുശേഷം മറ്റ് ദിവസങ്ങളിൽ ബുക്ക് ചെയ്തവരും എല്ലാം തന്നെ ഓരോ ദിവസങ്ങളിലും എത്തുന്നുണ്ട്. അവർക്കെല്ലാം തന്നെ സൗകര്യമൊരുക്കിക്കൊണ്ടുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ പോലീസ് സ്വീകരിച്ചിരിക്കുന്നത്. ശരണ വഴികളിൽ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. 3 മേഖലകളാക്കി തിരിച്ച് അവിടെയുള്ള 3 SOമാരുടെയും നേതൃത്വത്തിൽ ആ മേഖലകളിലുള്ള തിരക്ക് അവലോകനം ചെയ്തുകൊണ്ടാണ് ഓരോ മണിക്കൂറിലും തീർത്ഥാടകരെ നിയന്ത്രിക്കുന്നത്. കാരണം ഏതെങ്കിലും ഒരു ഭാഗത്ത് വലിയ തോതിൽ തിരക്കുണ്ടാകാതെ സൂക്ഷിക്കാനുള്ള ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ നിലയ്ക്കലും പമ്പയിലും സന്നിധാനത്തേക്കുള്ള വഴികളിലും സന്നിധാനത്തുമെല്ലാം തന്നെ ഒരേപോലെ തിരക്ക് ആൾക്കൂട്ടം വരാത്ത രീതിയിലുള്ള സംവിധാനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിനാൽ വലിയ തിരക്കോ തിക്കോ ഉണ്ടാകാത്ത രീതിയിലുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പ്രകാരം തീർത്ഥാടകർക്ക് സുഗമമായ രീതിയിൽ ദർശനം നടത്തി മടങ്ങാവുന്നൊരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി തിരക്ക് കുറവായിരുന്നു. എന്നാൽ ഇന്ന് വീണ്ടും തിരക്ക് കൂടുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഉച്ചയ്ക്ക് മുമ്പുള്ള സമയത്തെല്ലാം തന്നെ എങ്കിൽ പോലും അതിൻ്റെ തിരക്കിൻ്റെ എത്തുന്ന ആളുകളുടെ എണ്ണം അനുസരിച്ചുള്ള ബുദ്ധിമുട്ടുകൾ തീർത്ഥാടകർക്ക് ഉണ്ടാവുന്നില്ല എന്നാണ് നമ്മൾ നേരത്തെയൊക്കെ തീർത്ഥാടകരുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. അതേസമയം തീർത്ഥാടകരെ ചൂഷണം ചെയ്യുന്ന ആളുകൾ ഒരുപോലെ ചില വ്യാപാര സ്ഥാപനങ്ങൾ, നേരത്തെ ലൈസൻസ് എടുക്കുന്ന വ്യാപാര സ്ഥാപനങ്ങൾ, അതുപോലെ കരാർ ഏറ്റെടുത്തിരിക്കുന്ന ആളുകൾ എല്ലാം തന്നെ ആരെങ്കിലും ചൂഷണം ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള സ്ക്വാഡുകളും വളരെ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം കള്ളന്മാരുടെ ശല്യം സന്നിധാനത്തുണ്ട്, പമ്പയിലും ഉണ്ട് എന്ന് നേരത്തെ തന്നെ പോലീസ് പറഞ്ഞിരുന്നതാണ്. അതിൽ കുറേ പേരെ ഈ ഇടയ്ക്ക് പിടികൂടുകയുണ്ടായി. തമിഴ്നാട്ടിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയ മോഷ്ടാക്കളെ പിടികൂടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്ന അടക്കമുള്ള നടപടികളും സ്വീകരിച്ചു വരുന്നുണ്ട്. ഏതായാലും തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം സുഗമമായ രീതിയിലുള്ള ദർശനം പുരോഗമിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് സന്നിധാനത്ത് നിന്ന് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത്. എറണാകുളം പച്ചാളത്ത് റെയിൽവേ ട്രാക്കിൽ ആട്ടുകല്ല്. ട്രെയിൻ അട്ടിമറി ശ്രമമെന്നാണ് സംശയിക്കുന്നത്. തലതാഴേക്കാണ് വൻ അപകടം ഒഴിവായത്. പുലർച്ചെ മൈസൂരു തിരുവനന്തപുരം കൊച്ചുവേളി എക്സ്പ്രസ് കടന്നുപോയതിനു ശേഷമാണ് ആട്ടുകല്ല് കണ്ടെത്തിയത്. ആജ്ഞാ രവീന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഇന്ന് രാവിലെ ഏകദേശം 4:30 മണിയോടുകൂടിയാണ് മൈസൂർ കൊച്ചുവേളി എക്സ്പ്രസ് ഈ വഴി കടന്നു പോവുകയും ചെയ്തു. അതിനുശേഷമാണ് ലോക്കോ പൈലറ്റിന്റെ ശ്രദ്ധയിൽ ഈ ആട്ടുകല്ല് പെടുകയും അദ്ദേഹം റെയിൽവേ പോലീസിനെയും അതോറിറ്റികളെയും ഒക്കെ അറിയിച്ച ശേഷം അവരുടെ പരിശോധന നടത്തുകയായിരുന്നു. ട്രാക്കിലൊരു പട്ടിയുടെ മൃതദേഹം കിടപ്പുണ്ട്. ചിന്നിച്ചിതറിയാണ് കിടക്കുന്നത്. അതിനെ അടിച്ചു കൊല്ലാൻ വേണ്ടി ആട്ടുകല്ല് ഉപയോഗിച്ചതാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. എന്നിരുന്നാലും ട്രെയിൻ കയറിയായിരിക്കാം പട്ടി ഇവിടെ ശവം ചിതറിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ്. എന്നിരുന്നാലും അതിനു മുൻപ് ഈ പട്ടിയെ കൊല്ലാൻ വേണ്ടി ആട്ടുകല്ല് ഉപയോഗിച്ചു എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫോറൻസിക് സംഘം എത്തി പരിശോധന നടത്തുന്നുണ്ട്. ഇതിലും അട്ടിമറി സംശയം എന്നുള്ളതാണ് അല്പം ആശങ്കയുണ്ടാക്കുന്നത്. ഈ ആശങ്ക പരിഹരിക്കാൻ
വേണ്ടി അതിനൊരു ദൂരീകരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുമെന്നാണ് അസിസ്റ്റന്റ് കമ്മീഷണർ നമ്മളോട്, റെയിൽവേ പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ നമ്മളോട് പറഞ്ഞത്. എങ്ങനെയാണ് ഈ ട്രെയിൻ ഈ ആട്ടുകല്ലിന്റെ മുകളിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും വലിയ അപകടമാണ് ഒഴിവായത്. അതായത് അതിന് ട്രാക്കിന്റെ നടുവിൽ തന്നെയാണ് ഈ ആട്ടുകല്ല് കൊണ്ടുവന്നിട്ടത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ തന്നെ ട്രെയിൻ തട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ട്രാക്ക് മാറിപ്പോവുകയോ പാളം തിരിക്കുകയോ വലിയ അപകടങ്ങളിലേക്ക് പോവുകയോ ചെയ്യാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഭാഗ്യവശാൽ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. മറ്റ് ട്രെയിനുകൾ വരുന്നതിന് മുൻപ് തന്നെ ട്രാക്കിൽ നിന്നും ആ ഒരു കല്ല് എടുത്തു മാറ്റാനും കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒരു ചെറിയ പട്ടിക്കുട്ടിയുടെ മൃതശരീരമാണ് ഇവിടെ കിടക്കുന്നത്. എന്തായാലും ട്രെയിൻ കയറി ചിതറിയ സാഹചര്യത്തിലാണ്. അതും കൂടി ഈ ഒരു സാഹചര്യത്തിൽ പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതായത് ഈ പട്ടിയെ കൊല്ലാൻ വേണ്ടി ഉപയോഗിച്ച ആട്ടുകല്ലാണോ എന്നുള്ളൊരു പ്രധാനപ്പെട്ട സംശയമാണ് ബാക്കിയുള്ളത്. എന്തായാലും ട്രാക്കിൽ നിന്നും അത് എടുത്തു മാറ്റിയിട്ടുണ്ട്. പക്ഷേ ട്രെയിൻ കയറിയായിരിക്കും ഒരു പക്ഷേ ഈ പട്ടിയുടെ ശവശരീരം ഇങ്ങനെ ചിതറിപ്പോയത് എന്നൊരു അഭ്യൂഹമുണ്ട്. ये तो टोटल ट्रेसपास एरिया है, कोई भी आके कुछ भी कर सकता है. जैसा लगता है ये उनके साथ कोई कनेक्टेड होगा. जो कुत्ता जो मरा है उनके साथ वो पत्थर का कोई कनेक्शन होगा क्या? हो सकता है ना, हो सकता है. हम लोग देख रहे हैं, फॉरेंसिक कराएगा, वो दोनों ये मिलेगा तो ये आगे बढ़ेगा. CCTV भी चेक हो रहा है. ठीक है. പോലീസ് പറയുന്നതനുസരിച്ച് ഈ സമീപ പ്രദേശങ്ങളൊക്കെ ലഹരി മാഫിയ ഉള്ള സാഹചര്യമുണ്ട്. അത്തരത്തിലുള്ള ആരെങ്കിലും ഒരു അങ്ങനെ ലഹരി ഉപയോഗിക്കപ്പെട്ട സാഹചര്യത്തിൽ അങ്ങനെ ഇങ്ങനൊരു ഇന്റൻഷൻ ഉണ്ടായി പെട്ടെന്ന് കല്ലെടുത്ത് ഇതിനെ നടുവിലേക്ക് ഇട്ടതാണോ എന്നറിയില്ല. എന്നിരുന്നാൽ പോലും വളരെ വ്യക്തമായി തന്നെ ഈ ട്രെയിനിന്റെ നടുവിൽ, അതായത് ട്രാക്കിന്റെ നടുവിലാണ് ഈ ആട്ടുകല്ല് കിടന്നിരുന്നതും അത് ട്രെയിൻ ഏത് സാഹചര്യത്തിലും ഈ പോയ മൈസൂർ തിരുവനന്തപുരം ട്രെയിനിൽ തട്ടിയില്ലെങ്കിൽ പോലും അത് തട്ടി പാളം തെറ്റാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും പരിശോധിച്ചു വരികയാണ്. പരിശോധനകൾ തുടരുന്നതേയുള്ളൂ. അതിൽ കൂടുതൽ വ്യക്തത വരണം. ആ ഒരു സാഹചര്യത്തിൽ കൂടുതൽ ക്ലാരിറ്റി ഉണ്ടാവണം ഈ ഒരു വിഷയത്തിൽ. അത് പോലീസ് പരിശോധിക്കുകയാണ്. ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെ പരിശോധന നടത്തിയ ശേഷമേ അതിലെന്തെങ്കിലും സാഹചര്യമുള്ളൂ. നിലവിൽ ആശങ്കയുള്ളത് ഇത് അട്ടിമറിയാണോ എന്നുള്ളത് മാത്രമാണ്. നിലവിൽ ഈ നമുക്ക് കാണാം, ഈ ട്രാക്കിലൂടെ തന്നെ ട്രെയിനുകൾ എപ്പോഴും നിരന്തരം കടന്നു പോകുന്നത് കൂടിയാണ്. 2 ട്രാക്കുകളാണുള്ളത്, നിരന്തരം കടന്നു പോകുന്നതാണ്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ വലിയ അപകടമാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ട്രെയിനിൽ തട്ടാനുള്ള ഉയരം ആട്ടുകല്ലിനുണ്ടായിരുന്നില്ല. ആ ഒരു ഇതുകൂടി സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ ഇതൊരു പക്ഷേ ഈ അട്ടിമറിക്കുള്ളതല്ല എന്നുള്ളൊരു വ്യക്തത പോലീസിന് വരുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും അത് സ്ഥിരീകരിക്കണം. അത്തരം സ്ഥിരീകരണങ്ങൾ ഉണ്ടാവണമെങ്കിൽ കൂടുതൽ പരിശോധന വേണ്ടിവരും. അടുത്തുള്ള CCTV ദൃശ്യങ്ങളടക്കം പോലീസ് പരിശോധിച്ചു വരികയാണ്. കൊല്ലം കൊട്ടാരക്കരയിൽ ഓട്ടോയും ലോറിയും കൂട്ടിയിടിച്ച അപകടം. ഓട്ടോ ഡ്രൈവർക്ക് ഗുരുതര പരിക്ക്. കോന്നി സ്വദേശി ആകാശിനാണ് പരിക്ക് പറ്റിയത്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കൊട്ടാരക്കര തിരുവനന്തപുരം MC റോഡിൽ പുലമൺ ജംഗ്ഷന് സമീപം രാത്രി 10 മണിയോടെയായിരുന്നു അപകടം. കൊട്ടാരക്കര പോലീസ് കേസെടുത്തു. കോട്ടയം പാല പൊൻകുന്നം റോഡിൽ 1-ാം മൈലിൽ സ്കൂൾ ബസ്സിന് പിന്നിൽ ശബരിമല തീർത്ഥാടകരുടെ വാഹനം ഇടിച്ച അപകടം. വിദ്യാർത്ഥികൾക്ക് നിസ്സാര പരിക്ക് പറ്റി. ഇവരെ കാഞ്ഞിരപ്പള്ളി ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാവിലെ 8 മണിയോടെയായിരുന്നു അപകടം. കാഞ്ഞിരപ്പള്ളി സെയിന്റ് മേരീസ് സ്കൂൾ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസ് സമീപത്തെ കടയിൽ ഇടിച്ചാണ് നിന്നത്. ഇടുക്കി രാമക്കൽമേട്ടിൽ തൊഴിലാളി വാഹനം അപകടത്തിൽപ്പെട്ട 5 പേർക്ക് പരിക്ക്. കമ്പംമെട്ട് വണ്ണപ്പുറം സംസ്ഥാന പാതയിൽ ഇടത്തറ മുക്കിന് സമീപമാണ് അപകടമുണ്ടായത്. രാവിലെ 8 മണിയോടെയായിരുന്നു സംഭവം. അമിത വേഗതയിലെത്തിയ വാഹനം വളവിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് സമീപത്തുള്ള ഏലത്തോട്ടത്തിലേക്ക് പതിക്കുകയായിരുന്നു. കുത്തിറക്കത്തിൽ 50 മീറ്ററോളം പാഞ്ഞ വാഹനം മരത്തിൽ ഇടിച്ചാണ് നിന്നത്. വാഹനത്തിലുണ്ടായിരുന്ന സ്ത്രീ തൊഴിലാളികൾക്കാണ് പരിക്കേറ്റത്. ഇവരെ തൂക്കുപാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുരാവസ്തു തട്ടിപ്പ് കേസ് പ്രതി മോൺസൺ മാവുങ്കലിന്റെ കലൂരിലെ വാടക വീട്ടിൽ വീണ്ടും പോലീസ് പരിശോധന. 20 കോടിയുടെ അമൂല്യ വസ്തുക്കൾ മോഷണം പോയെന്ന മോൺസന്റെ പരാതിയിലാണ് പരിശോധന. മോഷണം പോയവ ഏതെല്ലാമാണെന്ന് തിരിച്ചറിയാൻ പരാതിക്കാരന് ഹൈക്കോടതി 1 ദിവസത്തെ പരോൾ അനുവദിച്ചു. പോലീസ് അകമ്പടിയോടെ വീട്ടിലെത്തി വൈകിട്ട് 5 മണിവരെ സാധനങ്ങൾ നേരിട്ട് പരിശോധിച്ച് തിട്ടപ്പെടുത്താം. ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് എത്തിയത്. മോൺസൺ നേരത്തെ മോഷണ പരാതി നൽകിയെങ്കിലും നോർത്ത് പോലീസ് കേസെടുത്തിരുന്നില്ല.
ആലപ്പുഴ മാരാരിക്കുളത്ത് താലൂക്ക് റവന്യൂ റിക്കവറി ഓഫീസർ ഉൾപ്പെടെ 3 സംഘം കൊക്കൈനുമായി പോലീസ് പിടിയിൽ. അമ്പലപ്പുഴ താലൂക്ക് റവന്യൂ റിക്കവറി ഓഫീസർ സജേഷ്, ബിടെക് ബിരുദധാരി അമൽ, എബ്രഹാം മാത്യു എന്നിവരാണ് പിടിയിലായത്. 20 ഗ്രാം കൊക്കൈനും LSD സ്റ്റാമ്പുകളും പിടിച്ചു. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിലുള്ള ഡാൻസ് സംഘവും മണഞ്ചേരി പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് കൊക്കൈൻ ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ കണ്ടെത്തിയത്. അമ്പലപ്പുഴ താലൂക്ക് റവന്യൂ റിക്കവറി ഓഫീസർ സജേഷ് ഇതിനു മുമ്പ് വിജിലൻസ് കേസുകൾ ഉൾപ്പെടെ പ്രതിയാണ്. ഇവർ ദിവസങ്ങളായി മാരാരിക്കുളത്ത് റിസോർട്ടിലുണ്ടെന്ന് പോലീസിന് വിവരം ലഭിച്ചിരുന്നു. തുടർന്ന് വൈകിട്ടോടെ പിടികൂടുകയായിരുന്നു. 20 ഗ്രാം കൊക്കൈൻ, LSD സ്റ്റാമ്പുകൾ, ലഹരി ഗുളികകൾ എന്നിവ ഇവരിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പിടിയിലായ എഞ്ചിനീയറിംഗ് ബിരുദധാരി അമൽ കോഴിക്കോട് സ്വദേശിയാണ്. ട്രേഡിംഗിനായാണ് ഇവർ ഒരുമിച്ച് കൂടിയതെന്നാണ് വിവരം. കൂടെ പിടിക്കപ്പെട്ട എബ്രഹാം മാത്യു വാടകയ്ക്കെടുത്തിട്ടുള്ളതാണ് മാരാരിക്കുളത്തെ നെറ്റ്ഫ്ലിക്സ് എന്ന റിസോർട്ട്. ബംഗളൂരുവിൽ നിന്ന് വിമാനമാർഗമാണ് കൊക്കൈൻ കൊണ്ടുവന്നതെന്നാണ് അമൽ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. എബ്രഹാം മാത്യു ചെന്നൈയിൽ നിന്ന് കാറിലാണ് മാരാരിക്കുളത്തെ റിസോർട്ടിലേക്ക് എത്തിയത്. വിമാനമാർഗം കൊക്കൈൻ എത്തിച്ചുവെന്ന അമലിന്റെ മൊഴി പൂർണ്ണമായി പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഇതിനു മുമ്പും ഇതേ റിസോർട്ടിൽ നിന്ന് ലഹരി വസ്തുക്കൾ പിടികൂടിയിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. എറണാകുളത്തെ മയക്കുമരുന്ന് ലോബിയുമായി ഇവർക്ക് ബന്ധമുണ്ടെന്ന സൂചനകളും പോലീസിന് ലഭ്യമായിട്ടുണ്ട്. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ. പുതിയ വായ്പാ നയം പ്രഖ്യാപിച്ച റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി റിപ്പോ നിരക്ക് 25 ബേസിസ് പോയിന്റായി കുറച്ചു. നിലവിൽ റിപ്പോ നിരക്ക് 5.5% RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര അറിയിച്ചു. ഫെബ്രുവരി മുതൽ പലതവണ 100 ബേസിസ് കുറച്ചതിന് ശേഷമാണ് ഈ നീക്കമെന്നും അദ്ദേഹം പറഞ്ഞു. പണപ്പെരുപ്പം താഴ്ന്ന നിലയിൽ എത്തിയതാണ് RBI പലിശ നിരക്ക് കുറയ്ക്കാൻ കാരണമെന്നും മൽഹോത്ര വ്യക്തമാക്കുന്നു. ഫിഫ ലോകകപ്പിൽ ഏതൊക്കെ ടീമുകൾ ഏതൊക്കെ ഗ്രൂപ്പിലെന്ന് ഇന്നറിയാം. വാഷിംഗ്ടണിൽ ഇന്ത്യൻ സമയം രാത്രി 10:00-ക്കാണ് ഗ്രൂപ്പ് നറുക്കെടുപ്പ്. അടുത്ത വർഷം ജൂൺ 11 മുതൽ ജൂലൈ 19 വരെയാണ് ലോകകപ്പ്. ആദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ലോകകപ്പിൽ 12 ഗ്രൂപ്പുകളാണ് ഉണ്ടാവുക. 4 ടീമുകൾ വീതമുള്ള ഓരോ ഗ്രൂപ്പിൽ നിന്നും 2 ടീമുകൾ വീതം നോക്കൌട്ടിലേക്ക് മുന്നേറും. അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുക. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ 12ാമത് ഷോറൂം തിരൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ഗായകനുമായ ഹനാൻ ഷാ തിരൂർ താഴേപ്പാലം ഉദ്ഘാടനം നിർവഹിച്ചു. ഫാത്തിമമാത സ്കൂളിന് സമീപമാണ് പുതിയ ഷോറൂം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെയർമാൻ രാജഗോപാൽ TP, ഡയറക്ടർമാരായ പ്രസാദ് രാജഗോപാൽ, പ്രജീഷ് രാജഗോപാൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഉദ്ഘാടന ദിവസം തിരൂർ ഷോറൂമിൽ ഓരോ മണിക്കൂറിലും പർച്ചേസ് ചെയ്തവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരാൾക്ക് ഒരു ഡയമണ്ട് റിംഗ് സമ്മാനമായി നൽകി. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഡിസംബർ 31 വരെ തിരൂർ ഷോറൂമിൽ നിന്നും 1 പവൻ സ്വർണം വാങ്ങുമ്പോൾ അടുത്ത 1 പവന് പണിക്കൂലി സൗജന്യമായി ലഭിക്കും. പത്രപ്രവർത്തക യൂണിയൻ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി S. ജയശങ്കർ അന്തരിച്ചു. 75 വയസ്സായിരുന്നു. ദീർഘകാലം കേരള കൗമുദി പത്രാധിപ സമിതി അംഗമായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 4-ന് ശാന്തി കവാടത്തിൽ നടക്കും. S. ജയശങ്കറിന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു. മാധ്യമപ്രവർത്തകൻ എന്ന നിലയിലും പത്രപ്രവർത്തക നേതാവ് എന്ന നിലയിലും ഇവരുടെയും ആദരവ് നേടിയ വ്യക്തിത്വമായിരുന്നു S. ജയശങ്കറിൻ്റെതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലർ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 11,910, പവന് 95,280. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 9,850, പവന് 78,800. വെള്ളി 188 കിലോയ്ക്ക് 1,80,800. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലർ. സ്പോട്ട് ലൈവ് കാണാം. ടോം ചെയ്യും.